അപ്പൊ ഇന്നത്തെ ഗൂഗിൾ മീറ്റിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. കുറേ കാര്യങ്ങൾ പറയാണ്ടല്ല, ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റൂല. അതില് ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് ഒരു വലിയ ടോപ്പിക്കാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാര് എനിക്ക് ഇപ്പൊ ഇന്ന് രാവിലെ കൂടി ആരോ ഒരാൾ മെസ്സേജ് അയച്ചു, എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ആക്ച്വലി ഞാൻ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആയി കൊടുക്കുക? അപ്പൊ അതിന് കുറെ ലിമിറ്റേഷൻ. പക്ഷെ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പലർക്കും അറിയാത്ത ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം കൂടി കൂടുമ്പോൾ വലിയൊരു കാര്യമായിട്ട് മാറും. പിന്നെ കുറെ തെറ്റിദ്ധാരണകളുണ്ട്. മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇന്ന് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കട്ടെ, പറ്റുമോന്ന്. സ്ക്രീൻ ഷെയർ. ഓക്കെ. ഇപ്പൊ ഇതില് YPP എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും അറിയോ? ആരെങ്കിലും അറിയുന്ന ആള് പറയാ. നമ്മളെ ഇന്റസാം പിന്നെ ഒന്നും പറയുന്നുണ്ടെങ്കിൽ പറയണ്ട, ബാക്കിയുള്ളവർ പറയാം. എന്താണ് YPP എന്ന് പറഞ്ഞാൽ അറിയോ? ഇല്ല, ഇതുവരെ കേട്ടില്ല. ഇതുവരെ നിങ്ങൾ ആരും കേട്ടിട്ടില്ല. ആരും കേട്ട ആരെങ്കിലും ഉണ്ടോ? ആരും കേട്ടവരുണ്ടോ? വേഗം പറഞ്ഞ അടുത്തേക്ക് പോവാൻ. യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം ആണ്. എന്താണ് ഈ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം എന്ന് പറഞ്ഞാല്? അത് മോണിറ്റൈസേഷൻ ആകുമ്പോഴല്ലേ അങ്ങനെ പറയുന്നത്, അങ്ങനെ വരുന്നത്. അതായത് മോണിറ്റൈസേഷൻ തന്നെയാണ് YPP എന്ന് പറഞ്ഞാല്. യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ ആവുന്നതിന് തന്നെയാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ അതിന്റെ ടെക്നിക്കൽ വേർഡ് പോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പം YPP എന്നാണ് യൂട്യൂബ് പറയുക. യൂട്യൂബിന്റെ ഒഫീഷ്യലി പറയുന്നത് YPP എന്നാണ്. ആക്ച്വലി യൂട്യൂബ് ശരിക്കും ഈ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം തുടങ്ങിയ സമയത്ത്. പിന്നീട് ഒരാൾ വന്നു, അതിന്റെ CEO മാറിയിട്ട് അവരുടെ തലയിൽ ഉദിച്ച ആശയമാണ് ക്രിയേറ്റേഴ്സിന് പൈസ കൊടുക്കുക, മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഈ സംഭവം ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതൊരു വിപ്ലവമായിട്ട് മാറുമെന്ന് അവർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അതിനുശേഷം ഇതൊരു വലിയ സംഭവമായിട്ട് മാറി. ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന യൂട്യൂബ് എങ്ങനെയാണ് ഇവർക്കൊക്കെ പൈസ കൊടുക്കുന്നത്. ഞാൻ റീസെന്റ് കുറെ നാൾ മുമ്പേ, കുറെ വർഷം, 5-6 വർഷം മുമ്പ് തോന്നുന്നു, വെറുതെ നെറ്റിൽ സെർച്ച് ചെയ്ത സമയത്ത് കണ്ടത് 5000 കോടിയോ മറ്റോ ആണ് തോന്നുന്നു യൂട്യൂബ് ഇവർക്ക് ഗൂഗിളിന്റെ ഒരു പിന്നെ ആഴ്ചയിലെ വരുമാനം. അങ്ങനെ എന്തോ കണ്ടു. കറക്റ്റാണ്, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും സംഭവം നമ്മൾക്ക് ഇപ്പൊ 20,000 കോടി ഇന്ത്യക്കാർക്ക് കൊടുത്തു എന്ന് പറയുന്നു. ഇന്ത്യക്കാർക്ക് 20,000 കോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബിന് അതിനേക്കാളും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതായത് യൂട്യൂബ് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം അവർക്ക് എത്രത്തോളം ക്രിയേറ്റേഴ്സ് കൂടുന്നു അതിനനുസരിച്ച് റവന്യൂ ഉണ്ടാകും. റവന്യൂ ഉണ്ടാകുമ്പോൾ അതിനൊരു പെർസെൻറ്റേജ് നമുക്ക് തരുമ്പോൾ അവരും ഗ്രോ ആവും, നമ്മളും ഗ്രോ ആവും. ഇതാണ് അവരുടെ ബേസിക് തിയറി എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ മിസ്സാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ മിസ്സാവുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞാലേ, ഈ നമ്മൾക്ക് പലർക്കും ചാനൽ തുടങ്ങാനുള്ള മോട്ടിവേഷൻ എന്ന് പറഞ്ഞാല് എപ്പോഴെങ്കിലും ആരെങ്കിലും കാറ് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ വീട് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് എനിക്ക് മാസം 10,000 രൂപ കിട്ടി എന്ന് കാണുന്ന വല്ല വീഡിയോസ് കണ്ടിട്ടോ, അല്ലെങ്കിൽ പലരും പൈസ സമ്പാദിക്കുന്നു അതുകൊണ്ട് ഞാനിക്കും സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കാം യൂട്യൂബിൽ വരാനുള്ളത്. അങ്ങനെയല്ലേ? അതെ. അപ്പൊ അങ്ങനെയായിരിക്കും. അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ടായിരുന്നല്ല, ഏത് വീഡിയോ കണ്ടിട്ടാണോ വന്നത്? അങ്ങനെ ആരെങ്കിലും ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ പേര് പറഞ്ഞു, നിങ്ങളെ എക്സ്പീരിയൻസ് എന്ന് പറയും. എങ്ങനെയാണ് യൂട്യൂബ് തുടങ്ങണം എന്ന് ആലോചിച്ചത്? ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് നമ്മൾ ആലോചിക്കും, എന്തെങ്കിലും ഒരു മോട്ടീവ് ഉണ്ടാവില്ലേ പിന്നെ? യൂട്യൂബിന്ന് വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലും ഒന്ന് നമ്മളതായ രീതിയിൽ നമ്മൾ വേറൊരാളെന്ന് പറയുമ്പോൾ ഹസ്ബൻഡിന്റെ കൈ നീട്ടാത്ത രൂപത്തിൽ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലായിട്ട് എനിക്ക് തോന്നി. അതെ, ഞാൻ കണ്ടിടത്തോളം പിന്നെ ഞാനൊരു കാര്യം പറയാം. അതായത് പല ആളുകൾ ഇപ്പൊ നമ്മൾ ഗ്രൂപ്പിൽ തന്നെ 80% ലേഡീസ് ആയിരിക്കും. അത് പലരുടെയും ആവശ്യം ഇതുപോലെ തന്നെയാണ്. അതായത് വീട്ടില് ഇന്ന് വെറുതെ ഇരിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം എന്ന് തോന്നിയപ്പോൾ പല ഓൺലൈൻ പരിപാടികളും വീട്ടിലിരുന്ന് ചെയ്യാവുന്നത് നോക്കി. അതിലൊന്നും
കാര്യമായിട്ടുള്ള സംഭവം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇതിൽ നല്ലതാണ് എന്ന് അറിഞ്ഞത്. അങ്ങനെ എല്ലാവരും കൂടി യൂട്യൂബിൽ വന്നു. പക്ഷെ യൂട്യൂബിൽ വന്ന ശേഷം പ്രശ്നം എന്താ വെച്ചാൽ യൂട്യൂബിൽ എന്ത് ചെയ്യണം, എന്ത് വീഡിയോ ഇടണം എന്ന് അറിയുന്നില്ല. ഏത് വീഡിയോ ഇട്ടാലും റീച്ച് ആവാതെ. അപ്പം ഭാഗ്യത്തിൽ ചില ആളുകൾ എന്ത് ചെയ്തു, ഡയറി മൈ ലൈഫ് ഒക്കെ ഇട്ടപ്പോ അങ്ങ് കയറിപ്പോയി. അപ്പൊ അവര് മെല്ലെ മെല്ലെ കയറിയിട്ട് ലക്ഷങ്ങളോ അല്ലെങ്കിൽ 10,000ങ്ങളോ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ബാക്കിയുള്ളവർ അത് തന്നെ ഫോളോ ചെയ്തു. പക്ഷെ ഫോളോ ചെയ്യുമ്പോൾ കുറേ മിസ്റ്റേക്ക് പറ്റിയ എന്താന്ന് വെച്ചാല് ഈ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കുറെ മിസ്സിങ് വന്നത് പിന്നെ എനിക്ക് തോന്നുന്നു മറ്റുള്ളവർ എങ്ങനെയാണ് അത് അവതരിപ്പിച്ചത് എന്നുള്ളത് ചിലപ്പോൾ മിസ്സായി, അല്ലെ അവരെങ്ങനെയാണ് വീഡിയോ എടുത്തത് എന്നുള്ള കാര്യത്തിൽ കുറെ പ്രശ്നങ്ങൾ വന്നു. അപ്പം നമ്മളിത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് ഒരു സാധനം കോപ്പി അടിച്ചു നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ അതിൻ്റെ ഒരു 10-20% കാര്യങ്ങൾ മിസ്സായി. നമ്മളടുത്ത് വേറെ എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മിസ്സായി. അങ്ങനെ അവസാനം എന്ന് വെച്ചാൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക സ്ട്രാറ്റജിക്ക് അല്ലാത്ത രൂപത്തിലുള്ള വീഡിയോസ് ആണ് പലരും ഇടുന്നത്. ഇപ്പം ഇന്നാണോ അറിയില്ല, ഒരാൾ എനിക്ക് വീഡിയോ അയച്ചപ്പോൾ കാര്യമായിട്ട് അതിലൊന്നുമില്ല. അപ്പൊ അവരെന്നോട് പറഞ്ഞത് ഞാൻ ഷോർട്സ് ഇടാണ്, ഇപ്പോ ഒന്ന് റീച്ചായി കഴിഞ്ഞിട്ട് ഞാൻ ലോങ് വീഡിയോ ഇടാന്നാണ് പറഞ്ഞത്. പക്ഷെ അവരുടെ ഷോർട്സ് ഒന്നും ഒരു ക്രിയേറ്റീവ് അല്ല. ഇതിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം അതാണ്. അതായത് നമ്മുടെ ഓരോ വീഡിയോസും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്നതാണോ, നമ്മളതായ എന്തെങ്കിലും രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി അതിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടോ നോക്കണം. വെറുതെ ചെടിയും കാടൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് റീച്ച് ആക്കുന്ന കാലഘട്ടം കഴിഞ്ഞു. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇനി വളരെ സീരിയസ് ആയിട്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണ് ഇനി വരുന്ന കാലം. നിങ്ങൾ പ്രത്യേകം എല്ലാവരും മനസ്സിലാക്കേണ്ടത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണ് ഇനി വരുന്ന ലോകം തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വലിയ കമ്പനീസിന്റെ സിഇഒമാരടക്കം ഉള്ള ആളുകൾ ഇതിന്റെ പല സ്ട്രാറ്റജീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബിസിനസ് പരമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അതായത് ഫൗണ്ടേഴ്സ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പരിപാടികളുണ്ട്. അതായത് ഫൗണ്ടേഴ്സിനെ വന്ന് സംസാരിക്കുക, ബിസിനസ് ചെയ്യുന്ന അവരെ ഇതിനെക്കുറിച്ച് പറയാം, അങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന രൂപത്തിലാണ് പിന്നെ ഇത് ചെയ്യുന്നത്. പണ്ടൊക്കെ നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ ആളുകൾ അറിയിക്കുന്നത് കാളവണ്ടിയിൽ പോയിട്ട് മറ്റേ നോട്ടീസ് സപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ പെരുമ്പറ മുഴക്കിയിട്ടൊക്കെയാണ് പണ്ട് കാലത്ത് ചെയ്തിരുന്നത്. പിന്നീട് കാലഘട്ടം മാറി 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 വന്നപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ പല 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 മീഡിയാസ് ഉപയോഗിക്കാൻ തുടങ്ങി. കുറെ കാലം മുമ്പ് വരെ നോട്ടീസ് അടിക്കലുണ്ടായിരുന്നു. ഇപ്പൊ കംപ്ലീറ്റ് മാറിയിട്ടുണ്ടാകും. എന്താണ് ചെയ്യുന്നത്, എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ഇൻഫ്ലുവൻസറെ വിളിച്ചിട്ട് ഷോപ്പ് കാണിക്കല്, യൂട്യൂബിലുള്ള ഒരാളെ വിളിച്ചിട്ട് ഷോപ്പ് കാണിച്ച് പറയും. ഇങ്ങനെയുള്ള പരിപാടികളാണ് പോകുന്നത്. ഇനിയും അതിന്റെ പല വേർഷൻസ് നമുക്ക് വരുന്ന ദിവസങ്ങൾ കാണാൻ പറ്റും. അപ്പോ അവിടെ വേണ്ടത് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ്. നിങ്ങൾക്ക് ഇനിയും ഞാൻ പറയുമ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇതിലൊരു വേറെ പ്രശ്നം എന്താ പറയുക, ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഡീമോട്ടിവേറ്റ് ആവും. കാരണം ചെറിയതായിട്ട് നിരാശ വരും ചിലപ്പോൾ ചില ആർക്കുകൾ. പക്ഷെ അത് നിങ്ങളെ തളർത്താനുള്ളതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കി ഇംപ്രൂവ് ചെയ്ത് സ്ഥിരമായിട്ടുള്ള ഒരു സക്സസ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇപ്പൊ നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് മോട്ടിവേറ്റ് ആയിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ YPP കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഇതിന്റെ ക്രൈറ്റീരിയ എല്ലാവർക്കും അറിയാം. 4000 hours, 1000 സബ്, ഷോർട്ട് ആണെങ്കിൽ 30 ലക്ഷം, പിന്നെ 100 ലക്ഷം. അതായത് ഹാഫ് മോണിറ്റൈസേഷനും ഫുൾ മോണിറ്റൈസേഷനും. ആക്ച്വലി ഹാഫ് മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് എനാബിൾ ആയിട്ട് വരും. ഫുൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ പൈസ കിട്ടുന്ന പരിപാടികൾ വരിക. അപ്പൊ ഇതിൽ ഈ പൈസ കിട്ടുക എന്ന് പറഞ്ഞാല് പലർക്കും ധാരണ എന്താ വെച്ചാൽ നമ്മൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ബാങ്കിലേക്ക് ഒരുപാട് പൈസ വരും, നമുക്ക് അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിനുശേഷമാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഒരു യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് ഭയങ്കര തെറ്റായ ഒരു ധാരണയാണ്. കാരണം ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ലക്ഷ്യം മാത്രം ഇട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ എവിടെയും എത്തൂല. കാരണം മോണിറ്റൈസേഷൻ ആവുമായിരിക്കും, പക്ഷെ അതിനുശേഷം പലപ്പോഴും ആളുകൾക്ക് ഡിപ്രഷൻസ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നതെന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ എനിക്ക് മനസ്സിലാവും, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി ഒരു ചാനൽ തുടങ്ങിയിട്ട് അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മളൊരു ചാനല് കോണ്ടന്റ് എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ ആഡ് ഫ്രണ്ട്ലി ആയിരിക്കണം. അപ്പൊ എന്താണ് ഈ ആഡ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാല്? ആഡ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാല് ഒരു വീഡിയോ ഒരു പരസ്യം ഇടുമ്പോഴാണ് നമുക്ക് പൈസ കിട്ടുന്നത്. അപ്പൊ പരസ്യം ഇടുമ്പോൾ പൈസ കിട്ടും.
എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ പരസ്യം ഏത് കാറ്റഗറിയിലുള്ള പരസ്യമാണ് ഇടുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബിസിനസ് പരമായിട്ടുള്ള കാറ്റഗറീസിന്, അതുപോലെ ഫിനാൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാറ്റഗറീസ്, പിന്നെ ബാങ്കിങ് സെക്ടേഴ്സ്, പിന്നെ ഇൻഷുറൻസ്, ഇങ്ങനെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതും പണവുമായിട്ട് ബന്ധപ്പെട്ടതും, പിന്നെ ചില ടെക്, അപ്പം ഞാൻ ചെയ്യുന്ന പോലെ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, SEOs അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസ്, അങ്ങനെ ചെയ്യുന്ന വീഡിയോസിന്റെ മുകളിൽ കമ്പനികൾ പരസ്യം പ്ലേസ് ചെയ്യും. ഈ പരസ്യം പ്ലേസ് ചെയ്യുമ്പോൾ അത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട, ഒരു ഡ്രസ്സിന്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഡ് നമ്മളതിൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സ്പെൻഡ് കൂടുതലായിരിക്കും. അതായത് ഒരു അഡ്വർടൈസിങ് കമ്പനി അതിനുവേണ്ടി ചെലവാക്കുന്ന പൈസ കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പം നമുക്ക് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ എത്രയാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത്. $1.8 അല്ലെങ്കിൽ $2 എന്നൊക്കെ കാണാൻ പറ്റും. അപ്പൊ അവർ $2 സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പൈസ കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ ജനറൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു. അപ്പൊ ആ വീഡിയോയിൽ നമ്മൾ മലയാളത്തിൽ ടൈറ്റിൽ കൊടുത്തു. മലയാളത്തിൽ ടൈറ്റിൽ കൊടുക്കുമ്പോൾ ഇവിടെ ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ മലയാളത്തിലെ ടൈറ്റിൽ കൊടുത്താൽ അതിന് ആഡ് ഫ്രണ്ട്ലി എന്ന് പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞ സംഭവമില്ല, അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ച് പണിയാണ്. അതായത് എനിക്ക് എങ്ങനെയാണ് അവരുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഞാൻ പറയുന്നത് പോലെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊന്നും പറയാം. എന്നാലും ഞാൻ പറയാണ്, ഹ്യൂമൻ വെരിഫിക്കേഷൻ ആണെങ്കിൽ കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. അതായത് എന്താ പറയാ, ഇംഗ്ലീഷ് ആയിരിക്കും മലയാളം വായിച്ചാൽ മനസ്സിലാവില്ലല്ലോ. പിന്നെ AI ബേസ്ഡ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ പോലും അവർ മലയാളത്തിലാകുന്നത് കൊണ്ട് കുറെയൊക്കെ മനസ്സിലാവാം. അതായത് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ എൻ്റെ വീട്ടിൽ പോയപ്പോൾ സംഭവിച്ചത് കണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ ചെയ്തത് കണ്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത്, പിന്നെ ഈ പറയുന്ന വേർഡിന് പരസ്യവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഇല്ലല്ലോ, നമ്മൾ ഡയറക്റ്റ് ആലോചിച്ച് നോക്കോ, ഇല്ല, പരസ്യവുമായിട്ട് നേരിട്ടൊരു ബന്ധമില്ല. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഇവര് ആഡ് പ്ലേസ് ചെയ്യുന്നത് ജനറൽ ആയിട്ടുള്ള ആഡ് ആയിരിക്കും. ജനറൽ ആയിട്ടുള്ള ആഡ് എന്ന് പറയുമ്പോൾ പലപ്പോഴും എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും സോഷ്യൽ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചിട്ട്, ഇപ്പം എന്തെങ്കിലും ഷെയർ ചാറ്റിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ സ്നാപ് ചാറ്റിനെ കുറിച്ചിട്ടോ, അങ്ങനെയുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് കാണിക്കാവുന്ന പരസ്യങ്ങളുടെ കാറ്റഗറിയാണ് നിങ്ങൾ ഇതിലൂടെ പ്ലേ ചെയ്യുക. അപ്പൊ അങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് കുറയും, പൈസ കുറയും. ഇന്നലെ നമ്മൾ മറ്റൊരു ഗ്രൂപ്പിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്ര എനിക്ക് കിട്ടുന്ന ഡോളേഴ്സ് ഒക്കെ പറഞ്ഞു, എനിക്കല്ലേ, ഞാനും അതുപോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെയൊക്കെ അവര് എല്ലാവരും മോണിറ്റൈസേഷനൊക്കെ ആയവരാണ്. അപ്പൊ നമ്മളിങ്ങനെ ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓരോ കാറ്റഗറി ബേസ് ആയിട്ട് കിട്ടുന്ന പൈസ. അപ്പോ അതിന്റെ ആണ് അടുത്തത് പറയാൻ പോകുന്നത്, എങ്ങനെയാണ് ഈ പൈസ കിട്ടുന്നത്. ഇതാണ് RPM എന്ന് പറയുന്ന സംഭവം. RPM എന്ന് പറഞ്ഞാൽ റവന്യൂ അല്ലെങ്കിൽ പെർ മില്ലി. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞുതരാം, 1000 വ്യൂസിന് എത്ര പൈസ നമുക്ക് കിട്ടും. ഇതാണ് RPM എന്ന് പറയുന്നത്. അപ്പൊ ഈ RPMന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ മുകളിലാണ് എല്ലാം കിടക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മലയാളത്തിൽ ടൈറ്റിൽ ഇട്ടൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോക്ക് വരുന്ന RPM ചിലപ്പോ 0.20 ആയിരിക്കാം. അതായത് 0.20 അല്ലെങ്കിൽ 30, ഇതിന്റെ ഇടയിലാണ് മിക്കവാറും നിൽക്കുക. അപ്പൊ അങ്ങനെ വരുമ്പം 1000 വ്യൂസ് വന്നാലും നിങ്ങൾക്ക് 20 പൈസ എന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാം, 20 പൈസ കിട്ടും എന്ന് വിചാരിക്കുക, ഡോളറാണ്. അപ്പൊ നമ്മൾ 10,000 വ്യൂസ് വന്നാൽ നമുക്ക് $2 കിട്ടുക. 10,000 വ്യൂസ് വന്നാൽ നമുക്ക് 1,00,000 വ്യൂസ് വന്നാലാണ് $20 കിട്ടുക. അപ്പൊ അതിന്റെ കണക്ക് മനസ്സിലായല്ലോ. അതായത് 1,00,000 വ്യൂസ് വന്നാൽ നിങ്ങൾക്ക് $20 കിട്ടുക. $20 നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 80 രൂപ വെച്ച് കൂട്ടാം. അതിന് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. എന്നാൽ പോട്ടെ, 80 രൂപ വെച്ച് കൂട്ടാം. 80 രൂപ വെച്ച് കൂട്ടുമ്പോൾ നമുക്ക് $10 80 രൂപയും $20 160 രൂപയാണ് വരിക. അതായത് നിങ്ങൾക്ക് 1,00,000 വ്യൂസ് വന്ന
ഒരു വീഡിയോക്ക് കിട്ടുന്ന റവന്യൂ ആണ് 160 രൂപ. അപ്പം വീട്ടിൽ നിന്ന് ആൾക്കാർ ചോദിക്കല്ലേ എനിക്കൊന്ന് വേറെ പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുന്നതിൽ ശരിയാണ്, നമുക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോയായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും. ഇനി ഈ RPM ആണ് നമ്മൾ കൂട്ടേണ്ടത്. അപ്പൊ RPM എങ്ങനെയാ കൂട്ടാന്ന് വെച്ചാൽ RPM കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ ഒന്നാണ് നമ്മൾ ടൈറ്റിൽ എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ എല്ലാവരോടും പറയില്ല, നിങ്ങൾ ടൈറ്റിൽ #, ഒന്നും ഇട്ട് ഉറക്കേണ്ട ആവശ്യമില്ല. കീവേഡ്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഈ ഇംഗ്ലീഷും മലയാളവും മിക്സ് ചെയ്തിട്ടൊക്കെയുള്ള കൊടുത്താൽ പിന്നെ RPM കുറച്ച് ഇൻക്രീസ് ആവും, ഒരു 30-40 ഒക്കെ വരും. പിന്നെ അത് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിലും കൂടാം. ഇപ്പൊ റീസെന്റ് എൻ്റെ വീഡിയോക്ക് വന്ന RPM എന്ന് പറയുന്നത് 0.50 മുതൽ 0.81 മുതൽ അതായത് 81 വരെ വന്നിട്ടുണ്ട്. അതായത് എനിക്ക് എത്ര കിട്ടും, പിന്നെ ഈ 1,00,000 വ്യൂസ് വീഡിയോ 1,00,000 വന്നാൽ $80 വരെ എനിക്ക് കിട്ടും. അപ്പോൾ എൻ്റെ എമൗണ്ട് കൂടി $100 ആയി കഴിഞ്ഞാൽ നമുക്ക് പൈസ എടുക്കാൻ പറ്റുക. അപ്പൊ ഇത് ഒരു വീഡിയോയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പൊ നമുക്ക് 1,00,000 വ്യൂസ് വന്നാൽ 0.50 RPM ആണെങ്കിൽ നമുക്ക് $50 കിട്ടും. അപ്പൊ നമ്മളൊരു മാസം സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്ന ആൾക്കാരാണെങ്കിൽ, 2 ദിവസത്തെ ഗ്യാപ്പ് വീഡിയോ ഇടാനുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 10-15ഓളം വീഡിയോസ് നമുക്ക് നോക്കാം, അപ്രോക്സിമേറ്റ്ലി കൂട്ടാം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്തുണ്ടാവും, എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഒരു $100-$200-$300 ഒരു മാസം കിട്ടും. ഇതാണ് അതിന്റെ അപ്രോക്സിമേറ്റ് കണക്ക്. $300 എന്ന് പറയുമ്പോൾ അത്യാവശ്യം പൈസ ആയിപ്പോൾ. $1,000 പറയുമ്പോൾ $100 പറയുമ്പോൾ ഒരു 8,500 ഉള്ളിലൊക്കെ കിട്ടും. അതിപ്പോ 200 ആവുമ്പോൾ ഡബിൾ ആയിട്ട് വരും. എനിക്കിപ്പോ ലാസ്റ്റ് കിട്ടിയത് 9,500 രൂപയാണ് കിട്ടിയത്. ഇനിയിപ്പോ സെക്കൻഡ് $100 ആവാൻ പോകുന്നു. അപ്പോൾ ഇത്രയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ മോണിറ്റൈസേഷൻ ആയിട്ട് നെക്സ്റ്റ് ദിവസം മുതൽ നിങ്ങൾക്ക് 1,00,000 വ്യൂസ് കിട്ടും തോന്നുന്നുണ്ട്. ഒരു കാരണവശാലും കിട്ടില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ 1,00,000 വ്യൂസ് വരുന്നത് 1-2 ദിവസങ്ങൾ കൊണ്ടോ 1 മാസങ്ങൾ കൊണ്ടോ അല്ല, കുറേ നാളുകൾ കൊണ്ടാണ്. അപ്പം ഈ 50,000, 20,000, 15,000 ഒക്കെ വ്യൂസ് വരുന്നത് എപ്പോൾ മുതലാന്ന് പറഞ്ഞാൽ നമ്മൾ ചാനല് തുടങ്ങിയിട്ട് ആദ്യത്തെ 5-6 വീഡിയോസ് നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് നമ്മളോട് ഇപ്പോഴും ഈ ഗൂഗിൾ മീറ്റിൽ വന്നിരിക്കുന്ന പലർക്കും പിന്നെ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല. വെറുതെ ഒരു ചാനൽ തുടങ്ങി കുറെ വീഡിയോസ് ഇട്ടു, ഇങ്ങനെ വന്നു പോയി. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ അടുത്ത വീഡിയോ തുടങ്ങാന്നുണ്ടെങ്കിൽ അടുത്ത ചാനൽ തുടങ്ങാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡിയ കിട്ടും. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ കൃത്യമായിട്ട് പ്ലാനഡ് ആണെങ്കിൽ ആദ്യത്തെ 2-3 വീഡിയോസ് കഴിയുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കണ്ടന്റ് സ്ട്രാറ്റജി ഉണ്ടാവും. നമ്മൾ എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടത്, ഈ രൂപത്തിൽ പോകണം. അപ്പൊ അന്ന് മുതലാണ് നിങ്ങളുടെ സക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഓരോ വീഡിയോസ് ഇട്ട് വരുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വരും. അപ്പൊ നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് കൂടുതൽ വീഡിയോസ് ഇഷ്ടപ്പെടും, അവർ ലൈക്ക് ചെയ്യും, കമന്റ് ചെയ്യും, സബ് ചെയ്യും, ഇതൊക്കെ വരും. അപ്പൊ ഈ സാധനത്തിലേക്കാണ് നിങ്ങൾ മുഴുവൻ ശ്രദ്ധയും കൊടുക്കേണ്ടത്. അതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഒരു കാരണവശാലും മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ സാധനത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ നിങ്ങൾ വീഡിയോ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യണം അതിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. അതിപ്പോ തമ്പനയിലാണെങ്കിൽ തമ്പനയിൽ, നിങ്ങൾ എഡിറ്റിംഗ് ആണെങ്കിൽ എഡിറ്റിംഗ്, ഷൂട്ട് ചെയ്യേണ്ട രീതിയാണ് ഷൂട്ട് ചെയ്യുന്ന രീതി. ഇത് നിങ്ങൾ പഠിച്ചേ പറ്റും. കാരണം നിങ്ങൾ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റർ ആയി നിങ്ങൾ മനസ്സിലായപ്പോൾ നമ്മൾ ന്യൂ ജനറേഷൻ ജെൻസി കിഡ്സ് ഒക്കെ പുതിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര എക്സ്പേർട്സ് ആണ്. നമുക്ക് അവരുടെ അടുത്ത് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ പലപ്പോഴും ചിലപ്പോൾ നമ്മളുടെ നോളജ് കുറവായിരിക്കും. അപ്പം കുറെ പഠിക്കാൻ വേണ്ടിയുള്ള സമയം നമ്മൾ കണ്ടെത്തേണ്ടി വരും. നിങ്ങൾക്ക് എന്താണോ കുറവ് ആ സാധനം പഠിക്കാം. ഇപ്പം ഫേസ്ബുക്ക് ഒക്കെ ഡെവലപ്പ് ചെയ്ത സമയത്ത് ഒറ്റ ദിവസം കൊണ്ട് ഫേസ്ബുക്ക് മൊത്തം ഉണ്ടാക്കിയതല്ല. ഓരോരോ സമയത്ത് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തിയിട്ടാണ് ഫേസ്ബുക്ക് ഒക്കെ ഇന്ന് പറയുന്ന രൂപത്തിലേക്ക് എത്തിച്ചത്. അതേപോലെ തന്നെ നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ആദ്യം സൗണ്ട് ക്വാളിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ മൈക്ക് വാങ്ങിക്കുക. എഡിറ്റിങ്ങിൽ ക്ലിയർ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എഡിറ്റിംഗ് പഠിക്കുക. ഷൂട്ടിങ് ഇങ്ങനെയല്ല എടുക്കേണ്ടത് എന്ന് നമുക്ക് തോന്നും.
അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യേണ്ടത് അത് പഠിക്കുക. അതിനു വേണ്ടി നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ എല്ലാവരും പിന്നെ ഹവേഴ്സ് നോക്കാനും സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് നോക്കാനും നടന്നു കഴിഞ്ഞാൽ രണ്ടും സംഭവിക്കും. ഏകദേശം ചിലപ്പോൾ ഒരു 6, 7, 8 മാസം കൊണ്ട് സംഭവിക്കും. പക്ഷെ അതിനുശേഷവും വ്യൂസ് വന്നാൽ മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ പുതിയ ചാനൽ തുടങ്ങുന്നുണ്ട്, പിന്നെ അതൊക്കെ ഒരു കാലം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ ഓൾറെഡി ഇപ്പം 2 വീഡിയോസ് ഞാൻ ചെയ്തു വെച്ചു. പിന്നെ അതായത് ഞാൻ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു നമ്മൾ 2 ആൾക്കാരുടെ. ഇനി ബാക്കിയുള്ള വീഡിയോസും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ പോകുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ വീഡിയോസ് ആണ് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് മാത്രമേ ചാനൽ പബ്ലിഷ് ചെയ്യുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 5, 6, 7 അല്ലെങ്കിൽ 10 വീഡിയോസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും. ഓരോ വീഡിയോസും പബ്ലിഷ് ചെയ്ത് അത് അതിൻ്റെതായ രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യും. മാർക്കറ്റിംഗ് പറഞ്ഞാൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ നോക്കി എത്തിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ നമുക്കിപ്പോൾ ഒരു ബൂസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ 1, 2 വീഡിയോസ് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റീച്ച് വന്നാൽ ചാനല് 1 മാസം കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം 3 മാസം കൊണ്ട് നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റും. ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ തുടങ്ങിയാലേ 3 മാസം കൊണ്ട് തന്നെ നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റും. പക്ഷെ അതിനു മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ചാനൽ ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും കിട്ടിയിരിക്കും, അത് വിട്ടേക്ക്, അതിനെ കുറിച്ചിട്ട് വിട്ടേക്ക്. ഇനിയിപ്പോ നമുക്ക് ഇനിയും ചാനൽ തുടങ്ങാൻ ഫ്രീ ആണല്ലോ, നമുക്ക് എപ്പോഴും വേണമെങ്കിലും എത്ര വേണമെങ്കിലും തുടങ്ങാം. അതിലുള്ള സബ്സ്ക്രൈബേഴ്സിന്റെയും അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സമയമൊക്കെ നിങ്ങൾ ആലോചിച്ചിരിക്കരുത്. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം, ഞാൻ മറന്നു വരുമെന്ന് ഓർമ്മിപ്പിക്കണം. ഓക്കെ, അപ്പൊ സ്ലൈഡിൽ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇന്തിസാം എന്നെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ശരി. അപ്പൊ ഞാൻ ഇത്ര സമയം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഡീമോട്ടിവേഷൻ ആയിട്ടുണ്ടാവും, അയ്യോ നമ്മളൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആൾക്കാർ പൊതുവെ എല്ലാവരും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് പ്രശ്നം എന്ന് പറയുന്നത് ചില ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പം ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ ചെറിയ മിസ്റ്റേക്കുകൾ, അതായത് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാന്നുണ്ടെങ്കിൽ നമ്മളെ ക്യാമറ ഇതിപ്പോ ഞാൻ ഒരു ഫ്രെയിം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഒരു സീൻ എടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇങ്ങനെ സ്ലൈഡ് ചെയ്യരുത്. അതായത് 4 സെക്കൻഡ് എങ്കിലും ഒന്നിന്റെ ഷൂട്ട് ചെയ്തിട്ട് വേണം വളരെ പതുക്കെ അടുത്തയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഭയങ്കര ഫോട്ടോഗ്രാഫറോ ഇതൊന്നുമല്ല, പക്ഷെ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന കോമൺ മിസ്റ്റേക്ക് ആണ്. ക്യാമറ പിടിക്കുക, ഒറ്റ വലിയാണ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക്. അപ്പോഴേക്കും കാണുന്ന നമ്മളെ തലവേദന എടുക്കും നമുക്ക്. കാരണം നമ്മളൊന്നും അങ്ങനെ എഫേർട്ട് ഇട്ട് കാണുന്നില്ല. ഒന്നാമത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു ഒഫെൻസീവ് പറഞ്ഞാൽ നമുക്ക് കുറ്റം കണ്ടുപിടിക്കാനുള്ള മനോഭാവത്തിലായിരിക്കും പലരും കാണുന്നുണ്ടാവും. അപ്പം ആദ്യം തന്നെ നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ വീഡിയോ കാണുന്നു, ആള് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നു, ഇങ്ങനെ വേഗം സൈഡ് ആയിട്ട് അടുത്തേക്ക് പോകുന്നു. അപ്പൊ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് കാണേണ്ട ആവശ്യം, നല്ല വിഷ്വൽസുള്ള വീഡിയോസ് അത്രയുണ്ട്. അപ്പൊ തന്നെ സ്കിപ്പ് അടിച്ചിട്ട് എന്ത് ചെയ്യും, നെക്സ്റ്റ് വീഡിയോയിലൊക്കെ അവർ പോകും. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ബേസിക് ആയിട്ട് സാധനമാണ്. പക്ഷെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോസിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് കാണാൻ പറ്റും. നിങ്ങളിത് ഞെട്ടിപ്പോകും. കാരണം ഇത് ആദ്യം ഞെട്ടി വ്യക്തി ഞാൻ തന്നെയാണ്. ഞാനിത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി എൻ്റെ വീഡിയോയിൽ. ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. കാരണം അത്ര ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. അപ്പൊ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, വെറുതെ ഡ്രാഗ് ചെയ്യരുത്. നമുക്കെല്ലാം കാണിക്കാൻ സമയമുണ്ട്. മെല്ലെ 4 സെക്കൻഡ് എടുക്കുക, അടുത്തെടുക്കുക, മുന്നോട്ട് പോവുക, എടുക്കുക. ഇങ്ങനെ കുറെ ഷൂട്ടിങ് ഇപ്പൊ ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ രൂപത്തിൽ തന്നെ എടുക്കണം. പിന്നെ നിങ്ങൾ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്യാം. ഇനി ഒരു പോയിന്റ് ഞാൻ നേരത്തെ മിസ്സായി, ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ഇപ്പോഴുള്ള ചാനൽ മാറ്റിയിട്ട് പുതിയത് നമുക്ക് തുടങ്ങാം. അതിനോട് ഒരു പകുതി മുക്കാൽ ആളുകൾ യോജിക്കൂല. അവർ പറയുന്നതിന്റെ റീസൺ ഇതായിരിക്കും, നമ്മള് കുറെ നാളുകൾ കൊണ്ടാണ് 2000 സബ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ കുറെ നാളുകൾ കൊണ്ടാണ് എൻ്റെ ചാനൽ 1500 സബ്ബായത്. ഇതൊക്കെ കളഞ്ഞിട്ട് പുതിയ ചാനൽ തുടങ്ങാൻ പോകുന്നതൊന്നും പ്രാക്ടിക്കൽ അവിടെ നടക്കൂല. കാരണം അതിന്റെ പിന്നിലുള്ള ഒരു സൈക്കോളജി ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ എന്തിൻ്റെങ്കിലും മുകളിൽ ഒരുപാട് സമയവും എഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് ഉപേക്ഷിച്ചിട്ട് പോവാൻ
ഒരുപാട് മടിക്കും. പക്ഷെ അവിടെ നിന്ന് സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മൾ വീണ്ടും 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 അതിന്റെ മുകളിൽ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ സമയവും പോവും, അതിലും ഇമ്പ്രൂവ്മെന്റ്സ് വരികയും ചെയ്യാം. ഇത് റിലേഷൻഷിപ്പിലായാലും ചില ഇൻവെൻഷനിലായാലും എല്ലാത്തിനും ഈ വേൾഡ് വൈഡ് ആയിട്ട് ഈ തിയറീസ് പറയാറുണ്ട്. അതായത് നമുക്ക് തന്നെ തോന്നും ഈ ഒരു മെഷീൻ നമുക്ക് നന്നാക്കാൻ എടുക്കാൻ പണിയാണ്, പക്ഷെ എന്നാലും നമുക്ക് ഇത്രയും പൈസ ചെലവാക്കിയില്ലേ, കുറച്ചുകൂടി പൈസ ഇട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, അതിനുള്ള മോഡ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഒരു കാരണവശാലും അതിൽ നിന്ന് രക്ഷപ്പെടില്ല. അതേപോലെ തന്നെയാണ് യൂട്യൂബ് ചാനലിന്റെ കേസിൽ. അപ്പൊ നിങ്ങൾ പിന്നെ വീഡിയോസ് ഇട്ട് നോക്കുക, 4-5 വീഡിയോസ് ഇട്ട് നോക്കുക. നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ റീച്ച് കയറി വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ മറ്റൊരു ചാനൽ കൂടി തുടങ്ങിയിട്ട് അതിലും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതാണ്. ഇതേ എഫോർട്ട് തന്നെ അവിടെ ഇടേണ്ടുള്ളൂ. കാരണം ഇവിടെ ചെയ്യുന്ന വീഡിയോ അവിടെ ഇട്ട് നോക്കുക, 4-5 വീഡിയോസ് ഇട്ട് നോക്കിയിട്ട് അത് പെട്ടെന്ന് തന്നെ കയറാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, ഇതിനെ ഒഴിവാക്കിയിട്ട് അതിലേക്ക് ചെയ്യുക ഫുള്ളായിട്ട്. അതിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൽ ഈ പറഞ്ഞ പോലെ 1500 സബ് 2000 സബ് ഒക്കെ പെട്ടെന്ന് ആയി കിട്ടും. പ്രത്യേകിച്ച് യൂട്യൂബ് ഇപ്പം പുതിയ പുതിയ ചാനലിനെ വളരെ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറയുന്നത്. പിന്നെ യൂട്യൂബിൽ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ നമ്മള് പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു 1000 കൂടെ ഒരു വീഡിയോ 1,00,000 വ്യൂവേഴ്സ് വന്നെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ വീഡിയോ ഇട്ടാലും എന്തുണ്ടാവും, ഒരു 80,000 70,000 ഒക്കെ ഉറപ്പായിട്ടും വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു പുതിയ അപ്ഡേറ്റ് പ്രകാരം യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഈ ഒരു വീഡിയോ 1,00,000 അടിച്ചാൽ, ഈ ഒരു വീഡിയോ 1,00,000 വന്നാൽ, നാളെ ഞാൻ മറ്റൊരു വീഡിയോ ഇട്ടാൽ ആ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അതായത് അത് സ്വമേധയാ വന്ന് 1,00,000 അടിച്ചോളണം. ഇത് മുന്നേയുള്ള വീഡിയോ കയറിപ്പോയതിന്റെ ബെനിഫിറ്റ് കിട്ടിക്കൊള്ളണം എന്നില്ല. എങ്കിലും ബ്രൗസ് ഫീച്ചർ വഴിയൊക്കെയുള്ള ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ സജഷൻ പോകും, എല്ലാവരിലേക്കും സജഷൻസും കാര്യങ്ങളൊക്കെ പോകും. അപ്പൊ അതിന് തമ്പനയിലും കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിൽ ഒരു പരിധി വരെ ആളുകൾ കാണാൻ സാധ്യതയുണ്ട്. കാരണം എനിക്കിപ്പം ഈ എൻ്റെ 2 വീഡിയോസും മുമ്പ് 22,000 വ്യൂവേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം ഇട്ടുള്ളതിന് 3000-ഉം ഇപ്പൊ ഇന്നലെ ഇട്ടതിന് 1000-ആണ് വന്നിട്ടുള്ളത്. അത് അതിന്റെ ഒരു ചെറിയൊരു പിന്നെ എന്താ പറയാ ഡിഫറൻസ് കാരണമാണ്. ഇനി മോണിറ്റൈസേഷൻ ആവാനുള്ള ചില ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ടിപ്സ് പറഞ്ഞാല്, നമ്മൾ എപ്പോഴും കണ്ടന്റ് ചെയ്യുന്നത് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഇന്നത് ചെയ്യും, ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നു. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യണ്ട. അങ്ങനെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത് യൂട്യൂബിൽ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ കഠിനാധ്വാനം ചെയ്തിട്ടൊന്നും ഒന്നും എത്തൂല. നിങ്ങൾ സ്മാർട്ടായിട്ട് ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, പിന്നെ നിങ്ങളുടെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവും, അവരെ നോക്കുക. അല്ലെങ്കിൽ റീസെന്റ് ഇപ്പോൾ 1 മാസത്തിനുള്ളിൽ പിന്നെ വളരെ സക്സസ് ആയിട്ട് പോകുന്ന കണ്ടന്റുകൾ ഉണ്ടാവും. അത് നോക്കിയിട്ട് അത് അതേപോലെ നിങ്ങൾ നോക്കി വെക്കുക. നിങ്ങളെ കൊണ്ടാവുന്നതാണെങ്കിൽ അതെന്ത് ചെയ്യുക, അതുപോലെ കോപ്പി അടിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ വീഡിയോ കോപ്പി അടിക്കാനല്ല, നിങ്ങളെ കണ്ടന്റ് കോപ്പി അടിക്കുക. നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അവരിട്ട ടാഗും അവരിട്ട ടൈറ്റിലും ഒക്കെ വേണമെങ്കിൽ എടുത്തിട്ട് നിങ്ങൾ ചെയ്യാം. ഇങ്ങനെ 5-6 വീഡിയോസ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ 2-3 വീഡിയോസ് ഒക്കെ അങ്ങ് കയറിപ്പോകും. അങ്ങനെ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ നല്ല പോലെ വ്യൂവേഴ്സ് വരും. ഇപ്പൊ ട്രെൻഡിങ് ആ സമയത്തൊക്കെ നിൽക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും കയറും. അതുവഴി സബും വാച്ച് ഓവറും ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു സംഭവം നോക്കാം. ഇനി ഇതേ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് പോവാം. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതേ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്തിട്ട് പോവാം. കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, ഇത് നല്ല ടോപ്പ് വ്യൂസ് കിട്ടിയ കുക്കിംഗ് വീഡിയോസ് എടുക്കുക. റീസെന്റ് ആയിട്ട് കുറേ മുന്നേകൾ എടുക്കരുത്. എന്നിട്ട് അതിന്റെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ റീച്ച് ആവും. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചുകൂടി ട്രെൻഡിങ് ആയിട്ട് കുക്കിങ്ങിന്റെ ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം എന്താ വെച്ചാൽ, ഈ ഫിലിം ആക്ടേഴ്സും ഒക്കെ ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ചെയ്യുന്ന കുക്കിങ്ങിന്റെ കുറെ വീഡിയോ ക്ലിപ്സ് ഉണ്ട്. അതിനോട് മാച്ച് ചേർക്കും. നമുക്ക് ഒരു ഹാഫ് സ്ക്രീൻ അതും ബാക്കി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ റീൽസിലൊന്നും വരാൻ സാധ്യതയില്ല. അങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അവരുടെ ഡയലോഗ്സ് കേൾക്കും, അല്ല അവർ ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്യുന്നു എന്ന രൂപത്തിൽ പറയാം. കമ്പനിയിൽ പറയാം, മമ്മൂട്ടിയുടെ മീൻകറിന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കമ്പനിയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെയ്തു നോക്കാം. അങ്ങനെയുള്ള പല പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾ കൊണ്ടുവന്നാലേ കുക്കിംഗ് ചാനലൊക്കെ ഒരു പരിധി വരെ കയറി പോകുള്ളായിരിക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ സാധനം തന്നെ കോപ്പി അടിക്കൊന്നും വേണ്ട, നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. നമുക്ക് ഐഡിയാസ് ഒരുപാടുണ്ട്. അത് നമ്മളെങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം പബ്ലിക്കിന് ഒരുപാട് ആളുകൾ ആകർഷിക്കാൻ പറ്റുന്ന
കണ്ടന്റുകളും ഇടയ്ക്ക് ഇടണം. അതായത് നമ്മൾ ചില വീഡിയോസ്, ഇപ്പൊ എന്റെ വീഡിയോസിന്റെ പ്രശ്നം എന്താ പറയുക, എന്റെ വീഡിയോസ് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആളുകൾ മാത്രമേ കാണുള്ളൂ. അപ്പൊ ഇടക്കാലത്ത് എന്ത് ചെയ്യണം, ഞാൻ ഈ കണ്ടന്റ് പൊതുജനങ്ങൾക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വീഡിയോ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ട്രെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരുപാട് ആൾക്കാർ എൻ്റെ ചാനൽ കാണുകയും അതിലേക്ക് വരികയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കണ്ടന്റ് ചെയ്യുന്ന സ്ട്രാറ്റജി വേറെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു പലരും ഇപ്പൊ യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആരും ഇന്നേവരെ അത് പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് നമ്മളെ കണ്ടന്റുകൾ ഇതുപോലെ ചെയ്യുന്നത്, നമ്മൾ കണ്ടന്റ് ചെയ്യുന്ന ഒരു രീതി യൂട്യൂബ് പറഞ്ഞിട്ടുണ്ട്. സ്ഥിരം നമ്മളെ ഇപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഒറ്റ പാറ്റേണിലാണ് പോകുന്നത്, അങ്ങനെ ഒരേ ലെവലിലാണ് പോകുന്നത്. അതങ്ങനെയല്ല, എപ്പോഴായാലും കാണാൻ പറ്റുന്ന വീഡിയോസും ഇപ്പൊ നിലവിൽ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസും അതല്ലാത്ത വീഡിയോസും എങ്ങനെ കുറച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതൊക്കെ പഠിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ കുറെ കൂടി നമ്മൾ ഇമ്പ്രൂവ് ആവും. എനിക്കൊന്ന് പലർക്കും അത് അറിയുന്നുണ്ടാവില്ല എന്ന് തോന്നുന്നു. അത് കുറെ പറയാനുണ്ട്, അതുകൊണ്ട് ഞാൻ അത് വേറെ ദിവസം നോക്കിയിട്ട് ഇതുപോലെ ഗൂഗിൾ മീറ്റ് വെക്കാം, ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ലിങ്ക് ഇട്ടുതരാം. അപ്പം അന്നേരം ആരൊക്കെയാണോ ഓൺലൈനിലുള്ളത് അവർ വരിക, നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ള കാര്യം കുറെയൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഇനിയിപ്പോ ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് ബാക്കി ഷെയർ ചെയ്യാം. പറഞ്ഞു, ആരൊക്കെ ചോദിക്കുന്നത് പറഞ്ഞാല് മൈക്ക് ഓണാക്കി ചോദിക്കും. ഹലോ, പറഞ്ഞു. നമ്മൾ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ട് ആ ഫസ്റ്റ് വീഡിയോ തീരെ മൂവ് ചെയ്യുന്നില്ല, 1 or 2 വ്യൂസ് മാത്രമേ. അപ്പൊ മിനിമം ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ട് മിനിമം എത്ര വീഡിയോ ഇട്ടാലാണ് അത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുക? പണ്ടൊക്കെ യൂട്യൂബിന് ഒരു മൈൽ സ്റ്റോൺ ഉണ്ടായിരുന്നു. അതായത് യൂട്യൂബ് 500 സബ്സ്ക്രൈബേഴ്സ് ആയാലും അല്ലെങ്കിൽ 1000 സബ് ആയാലൊക്കെയാണ് നമ്മളൊരു വീഡിയോ ബൂസ്റ്റ് ചെയ്യുക. എനിക്ക് ഇപ്പോഴും എനിക്ക് സങ്കടമുള്ള വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഞാനൊരു വൈൽഡ് ലൈഫായിട്ട് ബന്ധപ്പെട്ട ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. എന്റെ കണ്ടന്റ് കിടിലാണെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ അന്നത്തെ യൂട്യൂബിന്റെ സ്ട്രാറ്റജി വെച്ചിട്ട് പിന്നെ ഇതുപോലെയായിരുന്നു, റെക്കമെൻഡേഷനിൽ പോയിരുന്നില്ല. പക്ഷെ ഇന്നാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്, ഉറപ്പായിട്ടും ഞാൻ അത് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടാവും. പക്ഷെ അന്ന് പിന്നെ അതിനുശേഷം കുറച്ച് എനിക്ക് ടെൻഷൻ ആയി കഴിയുമ്പോൾ ഞാൻ കുറെ ഗൂഗിളിൽ പിന്നെ ടെലിഗ്രാമിൽ നിന്ന് അവിടെ നിന്നൊക്കെ എടുത്തിട്ട് വീഡിയോ ഇട്ടു, കുറെ ചെയ്തു. അത് പിന്നെ റീൽസിൽ കണ്ടന്റ് വന്നിട്ട് പോയി. പിന്നെ നമ്മൾ ചാനലിന്റെ പേരൊക്കെ മാറ്റി എന്തൊക്കെയോ ആക്കി, അത് മൊത്തത്തിൽ പോയി. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇപ്പം പുതിയൊരു ഇത് പ്രകാരം യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് പിന്നെ ഒരു 1 or 2 അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 5 വീഡിയോ ഉള്ളിൽ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ വരും. റീച്ച് ടാബിൽ പിന്നെ കണ്ടന്റ് സജഷൻ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം പുതിയ ചാനൽ ആ സ്ട്രാറ്റജിയിലാണ് പോകുന്നത്. ആദ്യത്തെ ഒരു വീഡിയോ ഇടും, രണ്ടാമത്തെ ഒരു വീഡിയോ സബിനൊന്നും നോക്കണ്ട, സബ്സ്ക്രൈബേഴ്സിന് നോക്കിയാൽ വേണ്ട, സബൊന്നും നോക്കണ്ട, സബൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് ഒരു 50-100 സബ് വരെയൊക്കെ വീഡിയോ ഷെയർ ചെയ്തിട്ടൊക്കെ കൊടുക്കാം, ആളുകൾക്ക് ഷെയർ ചെയ്തിട്ട് കാണാൻ പറ്റും. ഓൾറെഡി ഒരു ചാനൽ തുടങ്ങി, അപ്പൊ പിന്നെ ഇനി ആരോടും മിണ്ടാതെ വളരെ രഹസ്യമായിട്ട് ഒരു ചാനൽ. അവിടെ എന്താ പ്രശ്നം എന്നറിയോ, നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ഒരു വളരുന്ന സമയത്ത് നമ്മൾ വളവും വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പം ആ സമയത്ത് നമ്മൾ റിലേറ്റീവ്സിനായാലും നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട്, അറിയുന്ന ഫ്രണ്ട്സിനോടും വേണമെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഉപയോഗിക്കാം. നമ്മളിപ്പം വാട്സപ്പ് ഗ്രൂപ്പിൽ ഏകദേശം 100 ആൾക്കാരുണ്ട്, അവരോട് പറയാം എൻ്റെ പുതിയ ചാനലാണല്ലോ സബ് ചെയ്യാൻ. അങ്ങനെ അവർ സബ് ചെയ്യട്ടെ. ആ സബ് ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു ഗുണമുണ്ട്. കാരണം ആ സബ് വഴി ആ ഇനീഷ്യൽ ആയിട്ടുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വേണം. ഇപ്പൊ വെരിഫിക്കേഷൻ പോലെ ലൈവ് ഇടണമെങ്കിൽ തന്നെ 50 സബ് വേണം. അപ്പൊ ആ പരിപാടികളൊക്കെ അവിടെ തീരും. പിന്നീട് അങ്ങോട്ടേക്ക് ചാനൽ റീച്ച് ആവാൻ തുടങ്ങിയ ശേഷം നമ്മൾ പിന്നെ ചോദിച്ചിട്ടില്ലെങ്കിലും ഓരോ വീഡിയോയും റീച്ച് ആവും. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ആ ഒരു കണ്ടന്റിന് ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. പിന്നീടാണ് നമുക്ക് സക്സസ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാണ്ട് ഇപ്പം 1-2 ആൾക്കാർ ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചു, എൻ്റെ 4 വർഷമായി ചാനൽ തുടങ്ങിയിട്ട് മോണിറ്റൈസേഷൻ ആവുന്നു. ഞാൻ എന്ത് പറയാൻ, 4 വർഷം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് ആ ചാനൽ. അതിനെ കൊണ്ട് ഇനി എത്ര ഓടിക്കാനാണെന്ന് എനിക്കറിയില്ല. കാരണം യൂട്യൂബിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പുതിയ ചാനലുകൾക്കാണ് അവർ പരമാവധി ഹെൽപ്പ് ചെയ്യുന്നത്. പഴയ ചാനൽ ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ നിങ്ങളുടെ കണ്ടന്റ് അജാതി സാധനം നിങ്ങൾക്ക് ഇറക്കാൻ പറ്റണം, എന്നാൽ ഓക്കെ. അല്ലെങ്കിൽ പഴയ ചാനലൊക്കെ
ഒരു ട്രയൽ എന്ന രൂപത്തിൽ പുതിയൊരു ചാനൽ തുടങ്ങി നോക്കാവുന്നതാണ്. നിങ്ങളുടെ ചാനൽ കളയണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പഴയ ചാനൽ കളയണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയൽ എന്ന രൂപത്തിൽ പുതിയ ചാനൽ നോക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞത്. താങ്ക് യു. വേഗം വേഗം വരട്ടെ. പിന്നെ ഞാൻ ആർദ്ര RPM കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അത് നമുക്ക് എങ്ങനെ നമുക്കതൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ചാനലില്? RPM ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇന്ത്യയുടെ പുറത്തുനിന്ന് ഇടുന്ന ചാനലുകൾക്ക്, അതായത് ഏറ്റവും കൂടുതൽ RPM കുറവ് ഇന്ത്യക്കായിരിക്കും, പാകിസ്ഥാൻകാർക്കാണ്. ബാക്കി ഓസ്ട്രേലിയ, UK, UAE പോലെയുള്ള രാജ്യങ്ങൾക്കും US-നൊക്കെ ഭയങ്കര RPM ആണ്. അവർക്ക് $1000 തന്നെ, അല്ല 1000 വ്യൂസിന് തന്നെ $1 ഒക്കെ കിട്ടും, $1.5 $2 ഒക്കെ കിട്ടും. അപ്പോൾ അത്രയും കൂടുതലാണ് അവർക്ക്. അപ്പൊ നമ്മളെ അവസ്ഥ വെച്ചപ്പോൾ നമുക്ക് 0.20 എനിക്കൊന്ന് ഇന്ത്യയിൽ ഇത്രയും ജനങ്ങളുള്ളതുകൊണ്ട് അവരെല്ലാരും കൂടി കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബ് പൂട്ടിപ്പോകുന്നൊക്കെ യൂട്യൂബ് വിചാരിച്ചതാണോ അറിയില്ല ഇങ്ങനെ കുറച്ചത്. അപ്പം ഒന്നത്. പിന്നെ നമ്മളെ കണ്ടന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഡ് ഫ്രണ്ട്ലി ആയിരിക്കണം. ടൈറ്റിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ഒരുവിധം RPM നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടും. അതായത് തീരെ കുറഞ്ഞു കിട്ടും. 0.20 എന്നുള്ളത് മാറിയിട്ട് 30, 40 ഒക്കെ കിട്ടും. പിന്നെ ഞാൻ ചെയ്യുന്ന ചില പരിപാടികളൊക്കെ ഉണ്ട്. അതായത് കീവേഡ്സ്, ഹൈ RPM ഉള്ള കീവേഡ്സ് ഒക്കെ ഉണ്ട്. സോറി, ഒരു മിനിറ്റ്. ടൈറ്റിൽ ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇംഗ്ലീഷും മലയാളവും അങ്ങനെ രണ്ടും ഒരുമിച്ച് കൊടുക്കുന്നേ? അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അതായത് പിന്നെ കീവേഡ്സ് ഹൈ പെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ RPM കിട്ടുന്ന കീവേഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ടാഗിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ അത് കൊടുത്താൽ നമുക്ക് RPM കൂട്ടാൻ പറ്റും. ഇനി ടൈറ്റിലിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ, നമ്മൾ ടൈറ്റിൽ മാജിക് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഞാൻ എല്ലാവരും പറയും, നിങ്ങൾ ഇങ്ങനെ വാരി വലിച്ച് #ടാഗ് കൊടുക്കുന്നതിന് പകരം ഈ മാജിക് ടൈറ്റിൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു മലയാളത്തിലുള്ള പ്രമുഖരായ യൂട്യൂബേഴ്സ് പോലും ഇതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അവർക്ക് അത് ആവശ്യമില്ല. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം നമ്മൾ വല്ലാതെ ക്ലിക്കായി നമ്മൾ വലിയ സംഭവമായി നിൽച്ചു. പിന്നെ നമ്മൾ ടൈറ്റിൽ ഇട്ടിട്ടെങ്കിലും ടാഗ് ഇട്ടിട്ടില്ലെങ്കിലും തമ്പനയിൽ ഇട്ടിട്ടെങ്കിലും ഒരു കുഴപ്പമില്ല, ആൾക്കാർ വീഡിയോ കണ്ടോ. അത് ഒന്ന് സക്സസ് ആയ ആൾക്കാർ. പക്ഷെ അവരങ്ങനെ ആയെന്ന് വെച്ചിട്ട് നമ്മളെ പോലെയുള്ള ആൾക്കാർ അങ്ങനെ ആവണമെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് പോവാം. അപ്പൊ ഈ മാജിക് ടൈറ്റിൽ പറഞ്ഞാല് പിന്നെ ഈ മലയാളം കൊടുക്കുക ആദ്യം, പിന്നെ ഇംഗ്ലീഷ് കൊടുക്കുക, പിന്നെ ഭാഗത്ത് ചാനലിന്റെ പേര് കൊടുക്കുക. ഈ ഇടുന്നതിന്റെ ഇടയിൽ നമുക്ക് കീവേഡ്സ് ഉപയോഗിക്കാം. പിന്നെ ചില ഇതിലാണെങ്കിൽ ഫാമിലി വ്ലോഗ് മലയാളം എന്ന് എഴുതാം. മലയാളം എന്ന് പ്രത്യേകം എഴുതുമ്പോൾ മലയാളമായിട്ട് ബന്ധപ്പെട്ട് സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇന്റർവ്യൂവിന്റെ വീഡിയോ ഇട്ടില്ല, അപ്പോൾ അവരും പറഞ്ഞത് അങ്ങനെയാണ്. മലയാളത്തിലുള്ള യൂട്യൂബേഴ്സിനെ കണ്ടെത്താൻ അവർ ചെയ്യുന്നത് ഇതുപോലെ മലയാളം എന്ന് അടിച്ചു നോക്കുമ്പോൾ ആരൊക്കെയാണ് ലിസ്റ്റിൽ വരുന്നത് അവരാണ് അവർ കൺസിഡർ ചെയ്യുക. എന്നിട്ട് പിന്നെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ബാക്കി ഡീൽസ് സംസാരിക്കുന്നതാണ് പറഞ്ഞത്. എന്തെങ്കിലും അല്ല, അപ്പൊ നമ്മുടെ ഓഡിയൻസ് കൂടുതൽ നോക്കുമ്പോ മലയാളീസ് ആണ്. അപ്പൊ അത് കാരണം ടൈറ്റില് മലയാളത്തിൽ കൊടുത്തിരുന്നത്. ഇപ്പൊ ഇംഗ്ലീഷില് ഓഡിയൻസ് മലയാളീസ് നാട്ടിൽ നിന്നായ കാരണം കൂടുതൽ അങ്ങനെ കൊടുക്കുന്നേ. ഞാൻ ആദ്യമൊക്കെ ഇംഗ്ലീഷിലാണ് കൊടുത്തിരുന്നത്. പിന്നെ ശരിച്ചിട്ട് ഓഡിയൻസ് നോക്കുമ്പോ ഒക്കെ നാട്ടിൽ നിന്നായ കാരണം പിന്നെ എല്ലാം നാട്ടിലെ ഓഡിയൻസ് ആരും തന്നെ ലോങ് വീഡിയോയുടെ ടൈറ്റിൽ നോക്കിയിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ കുറവാണ്. എല്ലാവരും തമ്പനയിൽ എന്ത് എഴുതിയെന്നാണ് നോക്കുക. ടൈറ്റിൽ മലയാളം ടൈറ്റിൽ എന്ത് എഴുതി, അല്ല മലയാളം നമ്മൾ എഴുതിയതൊന്നും അവർ വലിയ കെയർ ചെയ്യില്ല. പക്ഷെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഷോർട്സിൽ മലയാളം ടൈറ്റിൽ എഴുതി കഴിഞ്ഞാൽ നല്ലപോലെ റീച്ച് ആവുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അതിങ്ങനെ സൈഡ് ചെയ്യുമ്പോൾ മലയാളത്തിൽ നിന്നാണ് എഴുതിയത്, പെട്ടെന്ന് കാണും, അത് നോക്കിയിട്ടാണ് ആൾക്കാർ തീരുമാനിക്കുന്നത്. ആരടുത്ത് വേറെ ആരോ പറഞ്ഞു. ഈ മോണിറ്റൈസ് ആവാതെ തന്നെ വീഡിയോയില് ആഡ്സ് വരുന്നത് എന്തുകൊണ്ടാ? അല്ല, അത് യൂട്യൂബ്, അതായത് മോണിറ്റൈസേഷൻ ആവാതെ ആഡ്സ് വരുന്നത് അത് യൂട്യൂബിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അതിനെ കൊണ്ട് നമുക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. യൂട്യൂബ് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്
അവരെന്ത് ചെയ്യും, ആഡ് പ്ലേസ് ചെയ്യും. ആ ആഡ് പ്ലേസ് ചെയ്യുമ്പോൾ അതിന്റെ ഫുള്ള് പൈസ അവർക്ക് കിട്ടും, നമുക്കൊന്നും കിട്ടില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ, ഒരു ലോങ് വീഡിയോ ഇട്ടേ, ഒരു 20 മിനിറ്റ് ഒക്കെ ഉള്ള, അതിനിപ്പോ 2 ആഡ് സ്റ്റാർട്ടിങ്ങില്. 2 ആഡ് വരുന്നത് അതിന്റെ മുഴുവൻ റവന്യൂ യൂട്യൂബിലാണ് പോവാ, നമുക്ക് അതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല. ഈ ഷോർട്സ് റീമിക്സ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ വലിയ യൂട്യൂബേഴ്സിന്റെ ഗ്രീൻ സ്ക്രീൻ ആയിക്കില്ലേ? ഗ്രീൻ സ്ക്രീൻ അല്ലേ റീമിക്സ്? ഗ്രീൻ സ്ക്രീൻ ആണ്. ഗ്രീൻ സ്ക്രീൻ ചെയ്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗ്രീൻ സ്ക്രീൻ ചെയ്ത പ്രശ്നമുണ്ടെന്ന് വെച്ചാല്, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആൾക്കാരെ ഡൗട്ട് വെച്ചപ്പോ ഞാനൊന്ന് യൂട്യൂബിന്റെ പോളിസീസ് ഒക്കെ ഒന്ന് നോക്കി. അപ്പൊ അവര് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയുന്നില്ല. അതായത് അവര് പറയുന്നത് കുഴപ്പമില്ല, പക്ഷെ ചില സമയത്ത് പ്രശ്നം ഉണ്ടാവാം എന്നുള്ള രൂപത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ പോകുന്ന സമയത്ത് റീയൂസ്ഡ് കണ്ടന്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ല എന്നും പറയാൻ പറ്റില്ല. കാരണം അത് വായിച്ചപ്പോഴേക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അതിന് പറയാൻ കാരണം ചില ആൾക്കാർക്ക് അങ്ങനെ മോണിറ്റൈസേഷൻ പോയിട്ടും അവർ പറഞ്ഞിട്ടുണ്ട്, റീയൂസ്ഡ് കണ്ടന്റ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ റീയൂസ്ഡ് ഇപ്പം ഈ ഗ്രീൻ സ്ക്രീനിന്റെ പ്രശ്നം വരുന്നത്. പക്ഷെ ഒരുപാട് ഹിന്ദിക്കാരൊക്കെ ചെയ്യുന്നുണ്ട്, അവർക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നവരും ഉണ്ട്. അതെ, ഓക്കെ. പിന്നെ നമ്മൾ ഈ ഷോർട്സ് ഇപ്പൊ ഒരു നല്ല റീച്ച് ഉള്ള ഒരാളുടെ ഷോർട്സിൽ നമ്മൾ കൊളാബ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ കുഴപ്പമുണ്ടോ? അതിലൊരു സ്ക്രീൻ ഇല്ല, അതൊന്നും പ്രശ്നമൊന്നുമില്ല, റീയൂസ്ഡ് വരില്ലല്ലോ. ഇല്ല. ഈ ഗ്രീൻ സ്ക്രീനിൽ എന്താണെന്നറിയോ, ആൾക്കാർ ഇങ്ങനെ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുന്ന താഴെ, എന്നിട്ട് ഇങ്ങനെ ഓരോ വീഡിയോ ഇടും, എന്നിട്ട് അത് റീച്ച് ആക്കിയിട്ട് നമുക്ക് വെറുതെ ജസ്റ്റ് അവരുടെ ഫേസ് പോലും കാണില്ല, എവിടെയോ ഒരിടത്ത് പ്ലേസ് ചെയ്ത് വെക്കും. നമ്മളപ്പോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെയല്ല, അത് തന്നെ അത് നേരെ ഹാഫ് പോർഷനിൽ കാണിച്ചിട്ട് അത് ഫണ്ണി ആയിട്ട് എന്തെങ്കിലും നമ്മൾ പ്രസന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം, നമ്മളതായ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ചിലരിങ്ങനെ വീഡിയോസ് വെറുതെ നോക്കിയിരിക്കുന്നതായിട്ട് കാണാം, പിന്നെ ലാസ്റ്റ് വീഡിയോ തീരുമ്പോഴായിരിക്കും നമ്മൾ അവരുടെ ഫേസ് എവിടെയോ ഉള്ളത് പോലെ കാണുന്നത്. താഴെ എവിടെയെങ്കിലും എവിടെയെങ്കിലും. അപ്പൊ അത് മാത്രമല്ല, പിന്നെ ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഒരു 3-4 പേര് എനിക്ക് അയച്ചു തന്നൊരു കാര്യമുണ്ട്. അതായത് ഈ ന്യൂസ് ഉണ്ടല്ലോ, ന്യൂസിന്റെ ഹെഡിങ് എടുത്തിട്ട്, അതായത് ഇപ്പൊ നമ്മള് ഫേസ്ബുക്കിലായാലും മറ്റൊക്കെ വരുന്ന ന്യൂസിന്റെ ഇപ്പം ഒരു വലിയ ടെക്സ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ടാവുമല്ലോ, ആ പോസ്റ്റർ അങ്ങനെ തന്നെ എടുത്തിട്ടിട്ട് അതിന് മ്യൂസിക് ഒക്കെ കൊടുത്തിട്ട് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നല്ല വ്യൂസും ഉണ്ട്. ആൾക്കാർക്ക് എത്രയാണ്, പിന്നെ 1 lakhന് above ഒക്കെ വ്യൂസ് വന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. മോണിറ്റൈസേഷൻ ആവുമോ ചോദിച്ചാൽ ചിലരൊക്കെ ആവുന്നുണ്ട്. അത് പക്ഷെ ഒരു പണിയും ഇല്ലാതെ സിമ്പിളായിട്ട് സക്സസ് ആക്കി എടുക്കുന്ന കാര്യമാണ് അതൊക്കെ. ഒരു പണിയും എടുക്കുന്നില്ല, വെറുതെ എന്താ അത് സ്ക്രീൻഷോട്ട് എടുക്കുക, ഇടുക, കുറച്ച് വോയിസും കൊടുക്കുക, ഇടുക. പിന്നെ അതിന് തന്നെ കുറച്ചുകൂടി നമ്മൾ ക്രിയേറ്റീവ് സൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അഭിപ്രായം പറഞ്ഞാൽ മതി. ആ ന്യൂസിനെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്ലിക്കാവും, സിമ്പിളായിട്ട് ക്ലിക്കാവും. അങ്ങനെ പല ട്രിക്സ് ഉപയോഗിക്കാണ്. ഈ ഇംഗ്ലീഷുകാരൊക്കെ കുറെ ആൾക്കാർ അങ്ങനത്തൊക്കെ ചെയ്ത് നല്ലപോലെ പൈസ ഉണ്ടാക്കുന്നവരാണ്. സബ്സ്റ്ററി സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ ഇപ്പോ? ഹലോ. അപ്പൊ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് 2021 എന്നിട്ട് ഞാൻ ആകെ ഇട്ടതെന്ന് പറയുന്നത് ഒരു 12 വീഡിയോ മറ്റാന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായി 3 വർഷം മുന്നേ. പിന്നെ ഇപ്പം 1 വർഷം മുന്നേ വീഡിയോ ഇട്ടത് ആകെ ഒരു 7 വീഡിയോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഒരു 8 വീഡിയോ അങ്ങനെ. അപ്പൊ എനിക്കിപ്പോ ഇട്ട വീഡിയോക്ക് ഒരു 422 വ്യൂസ്. അതിന് മുന്നത്തൊക്കെ വ്യൂസ് കുറവാണ്. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം 200 സംതിങ് അങ്ങനെ. അപ്പൊ നമ്മ ഈ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള കാര്യം അതെന്താ ചെയ്യേണ്ടത് അറിയാം? ഞാൻ പറഞ്ഞില്ല എന്താ ചെയ്യേണ്ടത് പറഞ്ഞാല്, നമ്മളിപ്പോ നിലവിലെ ചാനൽ എത്ര വർഷമായാലും നമ്മൾ റീസെന്റ് ആയിട്ട് തുടർച്ചയായിട്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുന്ന സമയത്ത് അതിന് ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ നോക്കുക. അതായത് ഇപ്പൊ നമ്മൾ 100 വ്യൂസാണ് വന്നുകൊണ്ടുണ്ടായത്, പക്ഷെ നമ്മളൊരു തുടർച്ചയായിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10-20 ദിവസം നമ്മൾ 2-3 വീഡിയോസ് ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് വരികയാണ്. അപ്പൊ രണ്ടാമത്തെ വീഡിയോസിന് 200 കിട്ടി, പിന്നെ 400 കിട്ടി, പിന്നെ 500 കിട്ടി. അങ്ങനെ ഗ്രോത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ എത്ര വീഡിയോസ് ഇട്ടിട്ടും 100 താഴെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ 150 താഴെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ
തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തിട്ട് ഞാൻ ഉദാഹരണം പറയാം. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു തോന്നുന്നു കുറെ മുന്നേ, സബ്സ്റ്റോക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരാളുണ്ടായിരുന്നു. മൂപ്പര് ചാനൽ ഞാൻ ഇടയ്ക്കൊക്കെ നോക്കും. ആൾക്ക് 100 താഴെ 50, 60, 70 സ്ഥിരമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. 2 ദിവസത്തെ ഗ്യാപ്പിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും. എങ്ങനെ ചെയ്താലും മൂപ്പർക്ക് 100ന്റെ മുകളിൽ പോകാറില്ല. ഞാൻ എന്നിട്ട് ആളോട് ഒരുപാട് പ്രാവശ്യം എനിക്ക് നമ്പറൊന്നും ഓർമ്മയില്ല, ഞാൻ കമന്റിലൂടെ ഒക്കെ പറഞ്ഞു, ബൈ നിങ്ങൾ പുതിയ ചാനലോടൊന്നും പിന്നെ ഇത് പോവില്ല, ശരിയാവൂല എന്നോട്ട്. എന്നിട്ട് മൂപ്പർക്ക് ഒരു മാറ്റമില്ല, മൂപ്പര് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടക്കാലത്ത് എപ്പോഴോ ഒരു 800 വ്യൂസ് ഒക്കെ കണ്ടു. പക്ഷെ അതൊന്നും മൂപ്പരെ സംബന്ധിച്ച് മൂപ്പര് അവതരണം കൊള്ളാം, നന്നായിട്ടുണ്ട്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ സംഘഗോഷ്ഠ ഫാലസി എന്നൊക്കെ പറഞ്ഞ സംഭവത്തിൽ പെട്ടിട്ടായിരിക്കാം മൂപ്പര് മറ്റേത് വിടാൻ തയ്യാറല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൽ 22,000 സബ് ഉണ്ട്. 22,000-ലധികം 25, 30-നുള്ളിലുണ്ട്. ഈ 30,000 സബ് ഉണ്ടായിട്ടാണ് 50, 60 വ്യൂസ് വരുന്നത്. അതാണ് നമ്മൾ നോക്കേണ്ടത്, ചില്ലറയല്ല കുറവ്. അപ്പം അത്രയും കുറവ് വരുന്ന സമയത്ത് അത് കൊണ്ട് നിൽക്കുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പിന്നെ അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാർ, ഇപ്പൊ 2,000, 3,000 സബുള്ള ആൾക്കാർ 100 താഴെ മാത്രമേ വ്യൂസ് വരുന്നില്ലെങ്കിൽ അത് ആ ചാനൽ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. നമുക്ക് ഉറപ്പായിട്ടും പുതിയ ചാനലിൽ റീച്ചാക്കി എടുക്കാൻ പറ്റും. അത് ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. അതെ, 12 വീഡിയോസ് മാത്രം ആകെ ഇട്ടിട്ട് തുടങ്ങി. അപ്പൊ നമ്മളിപ്പം പറഞ്ഞില്ലേ, നമ്മള് എഫേർട്ട് എടുക്കുന്നതിനനുസരിച്ച് റിസൾട്ട് കിട്ടും. അപ്പം ഈ ആകെ ഇട്ടിട്ട് 12 വീഡിയോസ് ഉണ്ടായിരിക്കില്ല അങ്ങനെ റിസൾട്ട്. നീ അങ്ങോട്ട് ഇങ്ങനെ കുറച്ചുകൂടെ എഫേർട്ട് എടുത്താൽ സക്സസ് ആവാനില്ലേ പിന്നെ ഇതുണ്ടോ വീഡിയോസ് ഇടുന്നതിൽ? തുടർച്ചയായിട്ട് എന്ത് ചെയ്യാ, തുടർച്ചയായിട്ട് അങ്ങനെ വീഡിയോസ് ഒരു 10-20 വീഡിയോസ് നമ്മൾ കറക്റ്റ് ടൈമിൽ ഇടാം. കറക്റ്റ് ടൈമിൽ ഇട്ടിട്ട് നമ്മൾ തമ്പനയിലും കാര്യങ്ങളൊക്കെ ഉഷാറാക്കിയിട്ട് നല്ല ഡിസൈൻ ചെയ്ത് ഇട്ട് വെക്കുക. അന്നേരം ആ ചാനലിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് കാണുന്നുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അത് കയറി വരും. കാരണം നമ്മൾ എപ്പോഴും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാത്തത് കൊണ്ട് ചാനൽ ഡൗൺ ആയതായിരിക്കും. അപ്പൊ അത് കയറി വരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ ഷോർട്സിലൂടെ നമുക്ക് അപ്പൊ ഈ സബ് ചെയ്യുന്ന ഈ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യേണ്ട സമയമില്ല. ജസ്റ്റ് സബ് ക്ലിക്ക് ചെയ്ത് പോകുന്ന ആൾക്കാർ ഇപ്പൊ ഒരു ലോങ് വീഡിയോ ഇടുന്ന അവർക്ക് എങ്ങനെ അതിന്റെ നോട്ടിഫിക്കേഷൻ പോവോ അങ്ങനെ ചെയ്യുമ്പോ? നോട്ടിഫിക്കേഷന്റെ കാര്യം പൂർണ്ണമായിട്ടും യൂട്യൂബിന്റെ സൈഡിലാണ്. യൂട്യൂബ് ആണ് അത് കൺട്രോൾ ചെയ്യുന്നത്. കാരണം നമ്മുടെ സൈഡിൽ നിന്ന് ഈ നോട്ടിഫിക്കേഷന് കാര്യമായിട്ടുള്ള ഒരു ഇടപെടലൊന്നും നടക്കൂല. അപ്പൊ പിന്നെ നമുക്ക് പറയാം ചാനലിൽ വരുന്ന ആൾക്കാരുടെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം എന്നുള്ളത്. എന്നാലും ഇതിന് മറ്റൊരു വശം പറഞ്ഞുതരാം. നമ്മൾ യൂട്യൂബ് ചാനൽ സബ് ചെയ്തവരെല്ലാം നമ്മളെ വീഡിയോ കാണുന്നത്. ഓരോ പ്രാവശ്യവും ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ 2,000 സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ് നമ്മൾ വീഡിയോ കാണുന്നത്. അപ്പോൾ സബിലൊന്നും കാര്യമില്ല. സബിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ 1000 ആക്കാനും മറ്റൊക്കെയാണ് സബ് മെയിനായിട്ട് വരുന്നത്. അവർക്ക് നോട്ടിഫിക്കേഷൻ പോകുമെന്ന് ചോദിച്ചാൽ കുറെ ആളുകൾക്ക് പോവുമായിരിക്കാം, കുറെ ആളുകൾ കാണൂല. പിന്നെ ബ്രൗസ് ഫീച്ചർ വഴിയും സജസ്റ്റഡ് വീഡിയോ വഴിയും പോകുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഗുണം ചെയ്യുക. അതായത് ബ്രൗസ് ഫീച്ചർ വഴി അവർ യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അവരുടെ മുന്നിൽ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ ക്ലിക്ക് ചെയ്യും. പക്ഷെ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ നമുക്ക് കാര്യം ചെയ്യാനൊന്നുമില്ല. പിന്നെ നമുക്ക് പറയാം ആളുകളോട്, നിങ്ങൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറയാത്രേ ഉള്ളൂ. മെയിലേക്ക് പുതിയ നമുക്ക് ഇപ്പൊ 2 ചാനൽ നമ്മൾ കൊണ്ടുപോയി വരുമ്പോ അതെങ്ങനെ നമുക്കത് എളുപ്പമാണോ റിപ്ലൈ കൊടുക്കാനൊക്കെ? ഒന്നാവുമ്പോ ഇപ്പോ അതിലെങ്കിലും ഇതുണ്ടോ? അത്രമാത്രം കമന്റ് ഒന്നും വരൂലല്ലോ. ആദ്യം തുടക്കത്തിൽ കുറച്ചല്ലേ വരുള്ളൂ. അത് സമയം കിട്ടുന്നല്ലോ കൊടുത്താൽ മതി. കമന്റ് റീപ്ലൈ കൊടുക്കൽ നിർബന്ധമൊന്നുമല്ലോ. നമ്മളെ സൈഡിലുള്ളതാണ്, നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം. നമ്മൾ കാണുമ്പോൾ റീപ്ലൈ കൊടുക്കുക എന്നുള്ള രീതിയിൽ പോയാൽ മതി. എന്നാലും ബെറ്റർ ഏതായിട്ടാ തോന്നുന്നത്? അത് വേറെ വേറെ മെയിൽ ഐ ഡിക്ക് നല്ലതല്ല, എപ്പോഴും നല്ലത് വേറെ വേറെ മെയിൽ ഐ ഡി ചെയ്യുന്നതാണ്.
യുണീക്ക് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി ഏറ്റവും നല്ലത്. സിംഗിൾ മെയിൽ ഐ ഡി തുടങ്ങിക്കഴിഞ്ഞാലേ ഇൻ കേസ് എന്തെങ്കിലും ട്രബിൾ വന്നാൽ എല്ലാം കൂടി പോകും. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരാൾ ചാനൽ അടിച്ചു പോയില്ലേ, അപ്പൊ അവരുടെ മെയിൽ ഐ ഡി ഡിലീറ്റ് ആയതാണ്. മെയിൽ ഐ ഡി ഡിലീറ്റ് ആയപ്പോൾ എന്ത് ചെയ്തു, മുഴുവൻ ചാനലും പോയി. അപ്പൊ അതിൽ 50 ചാനലുണ്ടെങ്കിൽ അത് മൊത്തം അങ്ങ് പോകും. അപ്പോൾ കിട്ടും സന്തോഷവും, മൊത്തം ഒറ്റയടിക്ക് ഡിമ്മ് വന്ന് തീരും. സെപ്പറേറ്റ് മെയിൽ ഐ ഡി ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് തന്നെ ഒരു 5-6 മെയിൽ ഐ ഡീസും ഒരു 4-5 ചാനൽ എന്തായാലും എന്റെ ഇതിലുണ്ട്. ഇപ്പൊ നമ്മൾ പുതിയ ഒന്നും കൂടി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. അത് പുതിയ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടാണ് തുടങ്ങിയത്. എന്തുകൊണ്ടും അതാണ് നല്ലത്, എന്റെ അഭിപ്രായത്തിൽ അതാണ് നല്ലത്. പിന്നെ ഒരൊറ്റ മെയിൽ ഐ ഡി തന്നെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്, 3-4-5 ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇനി നെക്സ്റ്റ് ആരാ ചോദിക്കുന്നത്? ഒരു ഡൗട്ട് കൂടി. നമ്മളിപ്പോഴേ എന്തെങ്കിലും വീഡിയോ, ഇപ്പൊ ലോങ് വീഡിയോയില് എന്തെങ്കിലും ഒരു കോമഡി എലമെന്റ് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പൊ വല്ല മൂവിയിലത്തെ ക്ലിപ്സ്, ഉദാഹരണത്തിന് ജഗതിയുടെ എന്തെങ്കിലും ഡയലോഗ് അവരെ പറയണ ഒരു സീൻ, അത് നമ്മള് അതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാല് അത് റീയൂസ്ഡ് ആയിട്ട് വരുമോ? അങ്ങനെ എന്തെങ്കിലും റീയൂസ്ഡ് അങ്ങനെയൊന്നും വരൂല. റീയൂസ്ഡ് എന്താണെന്ന് അറിയാം മെയിൻ ആയിട്ട് വരുന്നത്. നമ്മൾ യൂട്യൂബ് പറയുന്നത് നമ്മളൊരു വീഡിയോ നമ്മൾ ഡൗൺലോഡ് ആക്കി, എന്നിട്ട് അതിൽ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു മാറ്റങ്ങളും വരാത്താതെ നമ്മൾ അപ്ലോഡ് ചെയ്തു, അത് റീയൂസ്ഡ്. അല്ലാതെ ഇപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ നമ്മളെ തല കാണിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഒരു വീഡിയോ വരുന്നു, അങ്ങനെയൊന്നും റീയൂസ്ഡ് ഒന്നും വരില്ല. നമ്മൾ ഒന്നും ചെയ്യണം, ഒരു എഫേർട്ട് എടുക്കാതെ പൈസ ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് യൂട്യൂബ് പറയുന്നത് അത് നടക്കും. നിങ്ങളുടെ എഫേർട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു. പിന്നെ നമ്മള് ഒരു വീഡിയോയ്ക്കകത്ത് ഞാനിത് ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചോദ്യം. ഞാൻ അതിന്റെ റിപ്ലൈ കുറെ മെസ്സേജ് വന്ന കാരണേ എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരു വീഡിയോയിൽ നമ്മൾ മ്യൂസിക് ആഡ് ചെയ്യുന്നത് കോപ്പിറൈറ്റ് വന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ആവശ്യമുള്ള മ്യൂസിക് ലൈബ്രറിയിൽ ഇല്ലാത്ത ഒരെണ്ണം, അതായത് ഫേമസ് ആയിട്ടുള്ള സോങ്, ആ സോങ് ഇടുമ്പോൾ കോപ്പിറൈറ്റ് വരുന്നത്. അപ്പം ബാക്കിയുള്ള യൂട്യൂബേഴ്സിനൊക്കെ അങ്ങനെ വരാറുണ്ടോ? അവരൊക്കെ കുറെ സോങ് ഒക്കെ ലോങ് വീഡിയോയിലൊക്കെ ഇടാറുണ്ടല്ലോ. ഞാനിപ്പോ അങ്ങനെ അല്ലല്ല, ഇത് കോപ്പിറൈറ്റ് വന്നു എന്ന് പറയുമ്പോ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞ പോലെ അതിനെ ജനറലൈസ് ചെയ്യരുത്. അതായത് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നമായി എന്നല്ല. കോപ്പിറൈറ്റിൽ എന്ത് വന്നു എന്ന് നോക്കണം. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നതെല്ലാം ക്ലെയിം ആണ് വന്നത്. ക്ലെയിം അല്ലേ? ക്ലെയിം ഒന്നും വലിയ രീതിയിൽ നമുക്ക് പ്രശ്നം ഇപ്പോഴും വരുമൊന്നുമില്ല. അപ്പോ അങ്ങനെ മ്യൂസിക് ഇട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ക്ലെയിം വന്നു കഴിഞ്ഞാല് ചില ആളുകൾ എന്ത് ചെയ്യുന്ന അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂന്റെ കുറച്ച് ഇത്ര പെർസെന്റേജ് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് അവരുടെ ഇതിലേക്ക് പോകുന്നതാണ് പറയുന്നത്. റവന്യൂ, നമുക്ക് റവന്യൂ വരാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ക്ലെയിം വലിയൊരു വിഷയമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചാനൽ റീച്ച് ആവുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ റീച്ച് ആവട്ടെ, എന്നിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് മോണിറ്റൈസേഷൻ ഒക്കെ ആയി കഴിഞ്ഞിട്ട് ക്ലെയിം അവർക്ക് അതിൽ നിന്നും പൈസ കിട്ടിക്കോട്ടെ. പക്ഷെ വലിയൊരു എമൗണ്ട് ഒന്നും അവർക്ക് അതിൽ കിട്ടൂലല്ലോ. അത് ആ സൈഡിൽ അങ്ങനെ പോകും. അപ്പൊ നമ്മള് ഇടുന്ന ഏത് വീഡിയോയ്ക്കും അങ്ങനെ ക്ലെയിം വന്ന് എത്ര ക്ലെയിം വന്നാലും ആ വീഡിയോസ് അവിടെ കിടക്കുന്നോണ്ട് പ്രശ്നമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ചിലവരിപ്പോ കഴിഞ്ഞ ദിവസം ദിയാണോ പറഞ്ഞ ഗ്രൂപ്പിൽ അറിയില്ല, ചില ക്ലെയിമുകൾ ചിലവർ സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടു. പക്ഷെ അങ്ങനെ വരാറില്ല. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടീം പറഞ്ഞത്, അവർക്ക് ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ ബെനിഫിറ്റ് കൂടുതലാണെന്നാണ് അവർ പറയുന്നത്. കാരണം ഈ റവന്യൂ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു 10,000 ആൾക്കാർ അല്ലെങ്കിൽ 1000 പേര് ഇവരുടെ വീഡിയോസ് എടുത്ത് ഉപയോഗിച്ചു, അവർക്ക് എല്ലാവർക്കും റവന്യൂ വരുന്നു. അവർ റവന്യൂ ഒന്ന് ഷെയർ ഉണ്ടാകുമ്പോൾ ഇവർക്ക് അറിയാതെ വലിയൊരു എമൗണ്ട് കിട്ടും. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു പൈസ കിട്ടുന്ന അവർ കളയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ സ്ട്രൈക്കും കാര്യങ്ങളും കൊടുക്കാൻ നിൽക്കുന്നില്ല. അവരതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് ചെയ്യാൻ. പക്ഷെ നമ്മൾ വെറുതെ പാനിക്കായിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. വെറുതെ കോപ്പറേറ്റ് എഴുതി കാണിക്കുമ്പോഴേക്കും നമ്മൾ ഡിലീറ്റ് ചെയ്യരുത്. ഇപ്പൊ ശ്രദ്ധിക്കാറുണ്ട് ക്ലെയിം ആണോ സ്ട്രൈക്ക് ആണോ എന്നുള്ളത്. ആദ്യം അങ്ങനെ വേറൊരു വീഡിയോ ഇതുപോലെ എഡിറ്റ് ചെയ്തപ്പോ ഈ സെയിം ഒറിജിനൽ ഓഡിയോ അതിൽ ചെറുതായിട്ടൊന്ന് അതിനൊപ്പം തന്നെ കയറ്റി വിട്ടു. എഡിറ്റ് ചെയ്തപ്പോ മനസ്സിലാവാത്ത രീതിയിൽ വോളിയം കുറച്ചിട്ട്, എന്നിട്ട് ഒറിജിനൽ ആ സോങ്ങും ഹൈലൈറ്റ് ചെയ്ത് കൊടുത്ത്. അപ്പൊ അതിന് ഒന്നും വന്നില്ല. പക്ഷെ എന്താണെന്നറിയില്ല, അതുപോലെ തന്നെ വേറൊരു വീഡിയോ ചെയ്തപ്പോ അതിന് ഇതുപോലെ ക്ലെയിം വന്നു. ക്ലെയിം വരും. പിന്നെ ചില വീഡിയോ ഇപ്പൊ ഓഡിയോസ് അവർ ഒറിജിനൽ ഓഡിയോ ഡിലീറ്റ് ആക്കുമ്പോൾ നമ്മളതിന്
പ്രശ്നങ്ങളൊക്കെ വരും. ചില ഷോർട്സിനൊക്കെ അങ്ങനെ വരാറുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല ക്ലെയിം വന്നതിനെ കൊണ്ട്. മുന്നേ ഒക്കെ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ക്ലെയിം വന്ന ചാനൽ റീച്ച് കുറയുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ ക്ലെയിം ഉണ്ടായിട്ടും വീഡിയോസിന് റീച്ച് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ ആൾക്കാരുടെ ഗസ്സാണ് ഈ പറഞ്ഞ ടിപ്സ് ഒക്കെ പറയുന്ന ആൾക്കാരുടെ ഗസ്സിൽ വരുന്നതാണ് കുറയുന്നത്. അതിനൊരു അടിസ്ഥാനം ഉണ്ടാവണമെന്നില്ല. പക്ഷെ എല്ലാം തെറ്റാണെന്ന് പറയുന്നില്ല, ചിലതെങ്കിലും ആ ഒരു കൃത്യമായ സ്റ്റഡി നടത്താതെ പറയുന്നത് കൊണ്ട് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് ഒരുപാട്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുക. സമയം പറയാൻ തോന്നുന്നല്ലേ? 10 മണി. സൗണ്ട് ഇല്ല. ഇപ്പൊ ഓക്കെ. സാർ ഇതില്ലേ, ഞാനിപ്പോ ഞാൻ പറഞ്ഞേ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടു. ആദ്യത്തേന് 98 വ്യൂസ്, പിന്നെ രണ്ടാമത്തേന് 24, പിന്നെ 237 വീഡിയോക്ക്, പിന്നിട്ട വീഡിയോക്ക് 88 വ്യൂസ്, പിന്നിട്ടത് 224, പിന്നിട്ടത് 118, ലാസ്റ്റ് 422. അപ്പൊ ഇങ്ങനെ വ്യൂസ് എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് ഗ്രോത്ത് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടോ, അല്ല ഇതിന്ന് ഞാൻ സ്കിപ്പ് ചെയ്ത് വേറെ ചാനലിലേക്ക് പോകാൻ പറ്റും? ഇത് നോക്കാനാണ് ഇപ്പൊ പോയതല്ലേ? പിന്നെ അത് കുഴപ്പമൊന്നുമില്ല. ചാനലിപ്പോ ലാസ്റ്റ് ഇട്ടതിന് 400 സംതിങ് വന്നില്ലേ? അപ്പം ആ കണ്ടന്റ് ശ്രദ്ധിച്ചാൽ മതി. ഏത് കണ്ടന്റ് ഇടുമ്പോഴാണ് നമുക്ക് ഇത് പറഞ്ഞ പോലെ 400 വരുന്നത്, ഏതിടുമ്പോഴാണ് നമുക്ക് 80 മാത്രം കിട്ടുന്നത് എന്ന് ശ്രദ്ധിക്കുക. അപ്പം കൂടുതൽ ഓഡിയൻസും അത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അതിന്റെ മുകളിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, അതിനോട് സമാനമായിട്ടുള്ള കണ്ടന്റുകൾ ഒരു 5-6 എണ്ണം ഉണ്ടാക്കിയാൽ പറ്റുമോ നോക്കുക. എന്നിട്ട് അത് ഇട്ട് നോക്കുക. അപ്പൊ അതിന്റെ സ്റ്റാറ്റസ് എന്താന്ന് നോക്കുക. അപ്പൊ അതിലൂടെ ചിലപ്പോൾ കയറിപ്പോകും. കുറെയൊക്കെ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, നമ്മളെ വീഡിയോസ് സക്സസ് ആവാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ആളുകൾക്ക് നമ്മളുമായിട്ടുള്ള യാതൊരുവിധ ഇമോഷണൽ കണക്ഷൻസോ അല്ലെങ്കിൽ നമ്മളെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇന്നൊരു വ്യക്തിയെ തിരിച്ചറിയാത്തത് കൊണ്ട് റാൻഡമായിട്ട് ഇങ്ങനെ വരുമ്പോൾ കാണുന്നു പോകുന്നു എന്നല്ലാതെ ഇത് ഇന്ന ആളാണ് എന്നും അവർക്ക് അറിയുന്നില്ലല്ലോ. അപ്പൊ അത് ആണ് നമ്മുടെ പരാജയം. നമ്മൾ കാണുന്ന ആളുകൾക്ക് നമ്മൾ ആരാണ് എന്ന് മനസ്സിലാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ കുറച്ചുകൂടി ആളുകൾ ഫാൻ ബേസ് ആയിട്ടുള്ള ആൾക്കാർ വരണം. യൂട്യൂബൊക്കെ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നതാണ്. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒന്നും ചോദിക്കാമെങ്കിൽ ലെഫ്റ്റായി പോയോ? കുഴപ്പമില്ല, ഉള്ളവര് ചോദിച്ചാൽ മതി. ഇപ്പൊ ഈ കോപ്പിറൈറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ വീണ, അപ്പോ എന്റെ ഇതുപോലെ ഒരു ഡാൻസിന്റെ വീഡിയോയിൽ അത് ഫ്യൂഷൻ സോങ് അതിൽ എല്ലാ സോങ്ങിനും കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോ ഇങ്ങനെ കേറി പോകുന്നുണ്ട്, ഒരു 4K വ്യൂ ആയിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ കേറി പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അത് കാരണം അത് ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല, അവിടെ ഇട്ടിരിക്കുക. അതുകൊണ്ട് കോപ്പിറൈറ്റ് എന്ന് പറയാതെ കോപ്പിറൈറ്റ് എന്താന്ന് പറയും, അതിന് ശേഷമുള്ളത് പറ. കോപ്പിറൈറ്റ് ക്ലെയിം ആണ്, സ്ട്രൈക്ക് അല്ല, ക്ലെയിം ആണ്. പിന്നെ ചിലത് ബ്ലോക്ക്, എന്താ പറയാ, വീഡിയോ ബ്ലോക്ക് ആണ്, ചില കൺട്രീസിൽ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞിട്ട് 1-2 മ്യൂസിക് അങ്ങനെ അതാണുള്ളത്. അപ്പൊ അത് ഞാൻ കേറണ കാരണം ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അത് ഭാവിയിൽ പ്രശ്നം വരുമോ? ഭാവിയിൽ പ്രശ്നം വരുമോ വെച്ചാൽ മോണിറ്റൈസേഷന്റെ സമയത്ത് അവരങ്ങനെ ക്ലെയിംസ് ഒന്നും കാര്യമായിട്ട് നോക്കുന്നില്ല ഇതുവരെയായിട്ട്. ക്ലെയിം ഒന്നും ഒരു പ്രശ്നമല്ല. ആക്റ്റീവ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് പാടില്ല എന്നാണ് പറയുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും അവർ പറയുന്നില്ല. അത് കേറി പോകുന്നുണ്ട്, അത് കാരണം അങ്ങനെ വെച്ചിരിക്കുക. അതവിടെ അങ്ങനെ വെച്ചേക്ക്, കുഴപ്പമില്ല. ഓക്കെ. ബാക്കിയുള്ളവര് വന്നിട്ട് എന്താണ് മിണ്ടാതിരിക്കണം. ഈ ഷോർട്സിന് വീഡിയോ സംഭവം സെയിം തന്നെയാണോ? ഇത് കോപ്പിറൈറ്റ് സ്ട്രൈക്കിന്റെ കാര്യമാണ്, സെയിം ആണ്. അത് ഓരോരോ ആളുടെ പോളിസി പോലെ ഇരിക്കും. ആയിരിക്കും എന്തെങ്കിലും ചോദിക്കാണ്. ഞാൻ ഈ ഇടക്കിടക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം നിങ്ങൾ പെട്ടെന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് കാര്യം പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കും.
അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനൊരു ഗൂഗിൾ മീറ്റ് വെച്ച് ഒരു ഇന്ററാക്ഷൻ സെക്ഷൻ എപ്പോഴെപ്പോഴും നമ്മൾ ചെയ്യലില്ല, അല്ലെങ്കിൽ എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയങ്ങളിൽ കാര്യങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു ദിവസം മുന്നേ എന്തായാലും പോസ്റ്റ് ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി വെക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ ചേഞ്ച് ആക്കുന്നത്. ഇപ്പൊ ഞാൻ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അത് തമ്പനയിലിട്ടു. അപ്പൊ എനിക്ക് തോന്നി ഇത് ഇടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് അപ്പം തന്നെ ചേഞ്ചാക്കുന്നോ, അതിനെന്തെങ്കിലും സംഭവം ഉണ്ടോ? അപ്പൊ തന്നെ ചേഞ്ച് ആക്കി കൂടാന്നോ, അല്ലെങ്കിൽ ഇപ്പൊ സമയം കഴിഞ്ഞിട്ട് മാത്രമേ വേറെ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എന്നാലും നമ്മൾ തമ്പനയിൽ ഇട്ട് കഴിഞ്ഞാലേ ജസ്റ്റ് അതൊന്ന് പിന്നെ റൺ ചെയ്യാലോ, ഇംപ്രഷൻസ് ഒക്കെ വന്നിട്ട് റൺ ചെയ്യാനുള്ള ടൈം കൊടുക്കുക. യൂഷ്വലി ഇപ്പം സാധാരണ ഇപ്പം നമ്മൾ തമ്പനയിൽ ഇട്ടാല് ഒരു മാക്സിമം ഒരു 24 hours ആകുമ്പോഴൊക്കെ നമുക്ക് എന്റെ റിസൾട്ട് കാണാൻ പറ്റും, എങ്ങനെയാണ് ക്ലിക്ക് വരും ഇല്ലോ എന്നുള്ളത്. അതുവരെ ഒന്ന് ക്ഷമിക്കുക. തീരെ അനങ്ങുന്നില്ലെങ്കിൽ പിന്നെ എന്നിട്ട് മാറ്റി കൊടുക്കുക. അപ്പൊ ഞാനും തമ്പനയിൽസ് മാറ്റാറുണ്ട്. അത് ഞാൻ മാത്രമല്ല, ഫേമസ് ആയ ക്രിയേറ്റേഴ്സ് ഒക്കെ പറയുന്നത് അവർ ഒരുപാട് പ്രാവശ്യം തമ്പനയിൽ മാറ്റും. പല പല സാധനങ്ങൾ ഇട്ടിട്ട് നോക്കും. അത് ചിലപ്പോൾ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ആവും, അതവിടെ വെക്കും. ഇപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ്, പല തമ്പനയിൽ ഇട്ട് വെക്കും. അപ്പൊ കുറേ ഇട്ടിട്ട് എങ്ങനെയും മൂവ് ആവുന്നില്ലെങ്കിൽ പിന്നെ അത് അവിടെ വെക്കും. പിന്നെ അതിനെ കൊണ്ട് അധികം കളിക്കാതെ അത് വിട്ടിട്ട് അടുത്ത വീഡിയോന്റെ മുകളിലിട്ട് പോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. തമ്പനയിൽ നമുക്ക് എത്ര വേണമെങ്കിൽ മാറ്റാം. പക്ഷെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ തമ്പനയിൽ കൂടി ആലോചിച്ച് വെക്കണം എന്നുള്ളതാണ് ശരിക്കും. അല്ലെങ്കിൽ എല്ലാവരും വീഡിയോ മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ടാണ് തമ്പനയിലെ കുറിച്ച് അറിയിക്കുക. അതുപോലെ ഡിസ്ക്രിപ്ഷൻ നമ്മളിപ്പോ വീഡിയോനെ കുറിച്ച് കൊടുക്കുന്നത് നമ്മൾ തന്നെ എഴുതി വീട്ടിലെല്ലാം കൊടുത്തിട്ട് നമ്മൾ കോപ്പി ഇല്ലേ? അപ്പം അതിലെന്താ നമ്മൾ തന്നെ ഒന്ന് എങ്ങനെ വേണം ഇടാം, കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല. യൂട്യൂബിൽ കണ്ടന്റ് നന്നായാൽ മതി, വേറെ ഒന്നും പ്രശ്നമില്ല. അപ്പോ വേറെ ആയിട്ട് ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഉണ്ടെങ്കിൽ ചോദിച്ചു. കേൾക്കുന്നില്ല, റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല എന്താ പറയുന്നത്. പോസാക്കി വെച്ചോ, എന്നിട്ട് തുടങ്ങുമ്പോൾ ഓണാക്കിയാൽ മതി. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്യാൻ പണിയാണ്. ഓക്കെ. ചാനൽ നെയിം ചേഞ്ച് ചെയ്യുന്നത് പ്രശ്നമൊന്നുമില്ല. അതായത് ഈ ചാനൽ നെയിം ചേഞ്ച് ചെയ്യുന്നത് എന്താ അറിയോ? ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ ചാനൽ, ഇപ്പം സ്റ്റാഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന എന്റെ ചാനലിൽ ഇപ്പൊ അത്യാവശ്യം ആളുകൾക്ക് അറിയാം. അപ്പൊ ഞാൻ ഇപ്പൊ പെട്ടെന്ന് കയറി പേര് മാറ്റിയാൽ കൺഫ്യൂഷൻ, ഇത് ഏത് ചാനലാണ് പുതിയത് എന്ന് പറഞ്ഞിട്ട് അത് കൺഫ്യൂഷൻ. ചിലപ്പോൾ അത് അന്നേരം വ്യൂസ് കുറയായിരിക്കും. പക്ഷെ അല്ലാതെ നമ്മളെ തിരിച്ചറിയപ്പെടാത്ത രീതിയിലുള്ള ഒരു ഇതിൽ പോകുന്ന സമയത്ത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ലെങ്കിൽ അന്നേരം നമുക്ക് ചാനൽ മാറ്റാൻ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടാലും ആൾക്കാർക്ക് അതൊന്നും വിഷയമല്ല. നമ്മളെപ്പോഴാണ് ഇപ്പൊ കരിക്ക് എന്ന് പറയുന്ന ചാനല് പെട്ടെന്ന് മാറ്റിയിട്ട് അവർ വേറെ പേരായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കാണണമെന്നില്ല. കാണാതെയൊന്നുമില്ല, എന്നാൽ പോലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഭയങ്കരമായിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ ചാനൽ നെയിം ചേഞ്ച് ചെയ്യാം. പക്ഷെ നമ്മൾ നല്ല കത്തി നിൽക്കുന്ന സമയത്ത്, നമ്മൾ പോപ്പുലർ ആയി നിൽക്കുന്ന സമയത്ത് ചെയ്യാൻ പാടില്ല എന്ന് മാത്രം. അതും നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്കത് ആളുകളോട് പറയാം, നമ്മൾ ചാനൽ ചേഞ്ച് ചെയ്യാണ്, ഇതിൽ ഇന്ന പേരിലേക്ക് അറിയപ്പെടാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യാം. അല്ലാതെ ഇപ്പോൾ മാറ്റിക്കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ചലഞ്ചൊന്നുമല്ല ചാനൽ പേര് മാറ്റാം. അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ട് ചെയ്യുന്നത് നല്ലതല്ലേ? ചേഞ്ച് ചെയ്യുന്നത് എന്തിന്? ആർക്കെങ്കിലും അറിഞ്ഞാലല്ലേ. ഇപ്പൊ ഉള്ള ചാനൽ ആർക്കെങ്കിലും അറിഞ്ഞാലല്ലേ നമ്മൾ ചാനലിന്റെ പേര് മാറ്റുന്ന പറയുന്നത്. നീ ആരാടായിക്കോ? ഇനിയിപ്പൊ നീ ആരാണ് ഈ ചാനൽ മാറ്റിയിട്ട് ആരാണ് ചോദിക്കും, നീ ആരാ? ഇപ്പൊ റോഡ് സൈഡിലൂടെ പോകുന്ന ഒരാൾ പറയാണ് എല്ലാവരോടും ഞാൻ എന്റെ പേര് മാറ്റാണ്, എന്റെ ഇനി മുതൽ ഈ പേരൊക്കെ പറയും. നീ എന്ത് പേര് മാറ്റിയാലും നമുക്കെന്താ? ഓടാ പറയും.
അതേപോലെ പറയും. നിങ്ങൾ എന്ത് മാറ്റിയാൽ നമുക്ക് എന്ത് മാറ്റാതിരിക്കൂ എന്ത് വേണം ചെയ്തു. കാരണം അവരെ സംബന്ധിച്ച് അതൊന്നും വിഷയമല്ല, നമ്മളറിയില്ല പിന്നെന്താണ്. അപ്പൊ നമ്മളൊരു 10 ആൾ അറിഞ്ഞാൽ അല്ലെങ്കിൽ 4 ആൾ അറിഞ്ഞാല് നമുക്ക് അതൊക്കെ കളിക്കാം. തളർത്തിയതല്ല ഞാൻ പറഞ്ഞു, വെറുതെ ചാനൽ ഇപ്പൊ നമ്മള് ചാനൽ ചേഞ്ച് ചെയ്തത് കൊണ്ട് ആർക്കും എന്ത് ദോഷം. വേണം ചേഞ്ച് ചെയ്യണ്ട എന്ന് അവര് കൺസേൺ ഒന്നും അല്ല, അവരൊന്നും വിഷയമൊന്നുമല്ല. നിങ്ങൾ വീട്ടുകാർ പോലും ചോദിക്കൂല നിങ്ങൾ എന്തിനാ ചാനലിന്റെ പേര് മാറ്റിയത്, ചോദിക്കോ? ഒരാളും ചോദിക്കൂല. ഇതൊക്കെ കിടക്കുന്ന വെച്ചാൽ നമ്മളെപ്പോഴാണോ ഫേമസ് ആവുന്നത് അതിനുശേഷമാണ് ഈ ഒരു ലെവലിലുള്ള സാധനങ്ങളൊക്കെ വരിക. അതുവരെ നമുക്ക് അതൊന്നും വിഷയമല്ല. വീട്ടുകാർ കാണാറില്ല. യൂട്യൂബ് സത്യം പറഞ്ഞാല് നമ്മൾ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ നല്ലൊരു ഫെയിമാണ്, പൈസയും കിട്ടും, പ്രശസ്തിയും കിട്ടും. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ പുറത്തിങ്ങനെ വെയിലത്ത് നിൽക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് വന്ന് എന്നോട് ചോദിച്ചു, സാബർക്കല്ലേ? ഞാൻ അതാണ് ആരാന്ന് ചോദിച്ചു. ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി, അത് എന്റെ വീഡിയോ കാണാറുണ്ട്. അപ്പം ആക്ച്വലി മൂപ്പര് സബ്സ്റ്റോക്ക് അല്ല, എന്റെ പൗൾട്രി മീഡിയ ചാനലിന്റെ ആരാധകനായിരുന്നു. അങ്ങനെ അത് പിന്നെ അത്യാവശ്യം ആൾക്കാർക്ക് എന്നറിയാം. അങ്ങനെ കുറച്ച് സംസാരിച്ചു. അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇങ്ങനെ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒന്ന് ഞെട്ടും. അത് നിങ്ങളെപ്പോഴാണ് അത് ഫീൽ ചെയ്യാന്ന് പറഞ്ഞാല്, നിങ്ങളിപ്പോ വീഡിയോ ചെയ്യുന്നു, പെട്ടെന്ന് ഒരു ദിവസം ടൗണിൽ പോകുമ്പോൾ ഒരാൾ ചോദിക്കുന്നു നിങ്ങൾ ഇന്ന ചാനലിലാണല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ടൊരു ഒരു സന്തോഷം വരാം. അതുപോലെ ആരോടൊക്കെ ഇതുവരെ അനുഭവം ഉണ്ടായിട്ടുണ്ട്? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ വീണ്ടും കട്ടായ. ഇന്ന് സമയം കേൾക്കുന്നില്ലേ? ഇത് ചില സമയത്ത് സ്റ്റക്കായി പോകുന്നുണ്ടല്ലോ. അത് റേഞ്ചിന്റെ ഇഷ്യൂ ആയിരിക്കും. ഇപ്പൊ ക്ലിയർ ആയില്ലേ? എനിക്ക് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ക്ലിയർ ഉണ്ട്, ഇപ്പൊ ക്ലിയർ ഉണ്ട്. ഓക്കെ. അപ്പൊ വേറെ ആർക്കും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് നിർത്താം എന്ന് വിചാരിക്കുന്നു. അപ്പൊ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട ഇന്നിപ്പോ മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് തുടക്കത്തിൽ പറഞ്ഞത്. കാരണം അത് പിന്നെ ചിലർക്കെങ്കിലും ചിലപ്പോൾ ഫീൽ ഉണ്ടാവാം. എന്നാലും ഞാൻ വിചാരിച്ചത്, കാരണം നിങ്ങൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ, സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ വെറുതെ യൂട്യൂബിൽ കിടന്ന് കുറെ കഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് പറഞ്ഞത്, എങ്ങനെയാണ് അത് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. അത് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ എന്തായാലും മോണിറ്റൈസേഷൻ ഒക്കെ സിമ്പിൾ ആയിട്ടാവും. അത് ആവാത്തതിന് കാരണം ഇതാണ്, നമ്മൾ ആദ്യം മുതലേ ശ്രമിക്കുന്നില്ല എന്നുള്ളത്. നിങ്ങൾ മോണിറ്റൈസേഷൻ ആയി കുറെ ഷോർട്സ് ഇട്ട് കുറെ സബ് കൂട്ടി അതിനുശേഷം കുറെ വീഡിയോ ഇട്ട് എന്നിട്ട് മോണിറ്റൈസേഷൻ ആയ ശേഷം ഞാൻ ഇന്നതൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചാൽ അത് അബദ്ധമായിട്ട് മാറും. കാരണം എന്തായാലും നിങ്ങൾക്ക് ഡോളർ വരാൻ വളരെ ടൈറ്റ് ആയിട്ട് വരുള്ളൂ. കാരണം 2000-3000 വ്യൂസ് വന്നാലൊന്നും ഡോളർ വലിയ രീതിയിൽ കിട്ടൂല. നിങ്ങൾക്ക് $1-2 കിട്ടുക. ചിലപ്പോൾ 6-7 മാസം കൊണ്ടായിരിക്കും $100 ആവുക. അപ്പൊ അതിൽ നമ്മൾ എഫേർട്ട് ഇത്രയും കാലം നമ്മളിങ്ങനെ കഷ്ടപ്പെടലിനൊന്നും ഒരു വാല്യൂ ഇല്ലാതെ ആവുന്ന അവസ്ഥ വരും. അതുകൊണ്ട് ആദ്യമേ തന്നെ മോണിറ്റൈസേഷൻ ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളതായ രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാം. മോണിറ്റൈസേഷൻ ഒക്കെ അതിന്റെ വഴിയേ വന്നോളും. 3 ദിവസം കൊണ്ട് മോണിറ്റൈസേഷൻ ആയ ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം ഇടക്കാലത്ത് നമ്മുടെ തമ്പനയിലെ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ട് ഒരാള് 2 വീഡിയോസും തമ്പനയിൽ മാറ്റി കൊടുത്തു. പഴയ തമ്പനയിൽ മാറ്റി പുതിയ തമ്പനയിൽ ഇട്ട് കൊടുത്തു. കുറെ മുന്നെയാണ്. പിന്നെ മൂപ്പർക്ക് 2 വീഡിയോസിന് 45,000 വ്യൂസ് വന്നു. ടോട്ടൽ ഒരു 1 ലാഖിന്റെ അടുത്ത് വന്നു. 3 ദിവസം കൊണ്ട് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വീക്കിൽ ആള് മോണിറ്റൈസേഷൻ ആയി. ആള് ഞെട്ടിപ്പോയി. കാരണം അങ്ങനെ വിചാരിക്കാതെയാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പൊ ഇതിൽ ക്ലിയർ അല്ല എല്ലാം? സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, നമ്മൾ ഈ തമ്പനയിൽ മാറ്റുമ്പോ പഴയ ഇപ്പൊ 2-3 മാസം മുൻപത്തെ വീഡിയോയുടെ ഒക്കെ തമ്പനയിൽ മാറ്റി കൊടുത്താൽ കയറി വരാൻ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ടാവും? അതിങ്ങനെ ആൾക്കാർ ഇങ്ങനെ റെക്കമെൻഡേഷൻ പോകുന്നതിനനുസരിച്ചിട്ട് തമ്പനയിൽ കാണും, ക്ലിക്ക് ചെയ്ത് വരും. നമ്മൾ ഏറ്റവും പുതിയ വീഡിയോ നല്ല റീച്ചിൽ പോകുന്നുണ്ടെങ്കിൽ ആളുകൾ എന്ത് ചെയ്യുന്നത്, സ്വാഭാവികമായിട്ടും നേരെ ബാക്കിലോട്ട് വന്നിട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോസ് നോക്കും. അതിൽ നല്ല തമ്പനയിലൊക്കെ ഉള്ള നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ
ആളുകൾ അത് കൂടി കാണും. അപ്പൊ തമ്പനയിൽ മാറ്റി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാ. പഴയ നമ്മള് ദുരന്തം തമ്പനയിലൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടി നല്ല ഇമ്പ്രൂവ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും മൊത്തത്തിലൊരു മാറ്റം വരും. ചാനൽ കാണുമ്പോൾ എല്ലാവർക്കും തോന്നും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇതാണ്, ചാനലാണ്, അവരങ്ങനെ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുമ്പോൾ ആളുകൾ അതിന്റെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ കുറെ വീഡിയോ ഇങ്ങനെ അപ്പൊ നമുക്കിതൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ എല്ലായിടത്തും ഷെയർ ചെയ്യും, ഫേസ്ബുക്കിലും വാട്സപ്പിലും അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് വ്യൂ സ്റ്റക്ക് ആയി പോയ വീഡിയോസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ തമ്പനയിൽ മാറ്റി കൊടുത്ത് അതൊക്കെ പ്ലേ ലിസ്റ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പോകും. അതായത് നിലവിൽ ഓടുന്ന വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കാം, എന്നിട്ട് ആ പ്ലേ ലിസ്റ്റിന് ഒരു പേര് കൊടുക്കാം, എന്നിട്ട് അത് ഇടാം. എന്നിട്ട് എന്ത് ചെയ്യാം, എന്റെ സ്ക്രീനിൽ ഈ പ്ലേ ലിസ്റ്റിനെ ഉൾപ്പെടുത്താം. അപ്പൊ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഈ പ്ലേ ലിസ്റ്റ് നോക്കിയിട്ട് ആ പ്ലേ ലിസ്റ്റിലെ വീഡിയോ കൂടി ആൾക്കാർ കാണും. അപ്പൊ ഇങ്ങനെ കുറെ പരിപാടികളുണ്ട്, കണക്ട് ചെയ്തിട്ടുള്ള പരിപാടികൾ ചെയ്താൽ റീച്ച് ആവും. ശരി, താങ്ക് യു. വീഡിയോസ് ചെയ്യുമ്പോഴാണോ റെക്കമെൻഡേഷനിൽ കൂടുതൽ പോവുക? എങ്ങനെ? അതെ, വീഡിയോസ് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണോ യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാം. പിന്നെ നമ്മള് നല്ല രീതിയിൽ കയറി പോകുന്ന വീഡിയോയുടെ എൻഡ് സ്ക്രീൻ ഇടാം, ഐ ബട്ടണിൽ കൊടുക്കാം. അതൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റെക്കമെൻഡേഷൻ കൂടുതൽ വരും. അത് മനസ്സിലായില്ല, സംഭവം മനസ്സിലായ എങ്ങനെയാണെന്നുള്ളത്? എൻഡ് സ്ക്രീൻ കൊടുക്കുന്നതല്ലേ? എൻഡ് സ്ക്രീൻ കൊടുത്താൽ മതി. ചിലതൊക്കെ എൻഡ് സ്ക്രീനിൽ പ്ലേ ലിസ്റ്റ് ഒക്കെ ആക്കിയിട്ട് കൊടുത്താൽ മതി. അന്നേരം അത് കണക്ട് ആയിട്ട് ഇങ്ങനെ വ്യൂസ് വരും. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് ഇത് തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇനിയും ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഞാനിതിപ്പോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഈ വീഡിയോ, നാളെയോ അല്ലെങ്കിൽ ഇന്റർജാം എപ്പോഴാണ് ഫ്രീ ആവുന്നത് അതിനനുസരിച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. കുറെ സമയം നമ്മൾ മുണ്ടാതിരുന്നൊക്കെ സമയക്കുണ്ട്, കട്ട് ചെയ്തിട്ട് ചെയ്യും. അപ്പോ നമുക്ക് ഇനി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിപ്പോ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കാം. അതുപോലെ ഗ്രൂപ്പിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് എന്തെങ്കിലും പുതിയ ടോപ്പിക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് നെക്സ്റ്റ് വീഡിയോ കുറച്ചുകൂടി ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാം. ആൾക്കാരെ അധികം ഉൾപ്പെടുത്താത്തത് വരാതെ നല്ലതാണ്. കാരണം ആൾക്കാർ ഒരുപാട് ആൾക്കഴിഞ്ഞാൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും വന്നിട്ട് തന്നെ ചിലപ്പോൾ 1-2 മണിക്കൂർ ഇങ്ങനെ പോകും. അപ്പോൾ 5-10 ആൾക്കാരുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളിത് യൂട്യൂബിൽ വന്നാൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം.